അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി
ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിലെ നോൻപ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും നോൻപ് ജീവിതത്തിലാണ്. മറ്റേത് കാലഘട്ടങ്ങളെക്കാളും എല്ലാ സമൂഹങ്ങളിലും ഇപ്പോഴ് ഉടമ്പടി എടുത്ത് അനുതാപത്തോടെയും അനുരഞ്ജനത്തോടെയും ആത്മാഭിഷേകത്തോടെയും ജീവിക്കുന്ന ഒരു പുളിമാവ് പോലത്തെ ഒരു ചെറിയ ഘടകം ലോകം മുഴുവനുണ്ട്. ഇവർ ലോകത്തെ പൊളിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ ധ്യാനം നടത്തിയപ്പോൾ അവിടുത്തെ അച്ഛൻ, വികാരിച്ചൻ, മെജോച്ചൻ, ഞാൻ ചിക്കാഗോയിൽ ധ്യാനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ വിളിച്ചത് ധ്യാനിപ്പിക്കാൻ. അതിന് കാരണം അച്ഛൻ്റെ ഇടവകയിൽ 45 കുടുംബങ്ങൾ ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി എടുത്തവരുടെ ജീവിത രീതികളും അച്ഛൻ ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് പറഞ്ഞത്, ഇനി ഉടമ്പടി ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ബാധ്യത കൂടിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഉടമ്പടി ജീവിപ്പിക്കാനുള്ള ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് ഇരട്ടിയായിരുന്നു. അച്ഛൻ നല്ല ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് സഭയോടും ദൈവജനത്തോടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അത് ശരിയുമാണ്. ശരിക്കും പറഞ്ഞത് ചില അച്ഛന്മാരടുത്ത് കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടും. അവർക്ക് കുമ്പസാരിപ്പിക്കാൻ താല്പര്യമില്ലയോ, അഭിഷേകം ഇല്ലാതിരിക്കുക എന്ത് വിഷയമാണ്, അതിന് ഉടമ്പടിയുടെ പുറത്തും അത് എടുത്തവരുടെ മേലും കുതിര കയറിക്കൊണ്ട് അവർ ഒഴിവാക്കും. പക്ഷേ ഈ അച്ഛനായി മെജോച്ചൻ അങ്ങനെയല്ല. മെജോച്ചൻ പറഞ്ഞത്, ഞങ്ങളുടെ ബാധ്യത കൂടി ഇനി അത് ദൈവത്തോട് അടുത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ജനങ്ങളെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് ജനങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവക വികാരിമാർ അങ്ങനെ പറയും. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും മെജോച്ചനെയും അവിടെ ഉടമ്പടി എടുത്ത് ജീവിച്ച ആൾക്കാരെ കണ്ടപ്പോഴാണ് ഇതൊരു നല്ല ജീവിത രീതിയാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. ഉടമ്പടി ഒരു ധ്യാനമല്ല, ഒരു ജീവിത രീതിയാണ്. ദൈവമായിട്ട് ഉടമ്പടി ജീവിക്കുക, അത് സുവിശേഷത്തിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഈ വിഷയമെല്ലാം പറയുന്നതും ഡെയിലി ബ്രെഡെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചവർക്ക് എല്ലാ ദിവസവും ആത്മീയമായ ഭക്ഷണം കിട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അല്ലാതെ ഉടമ്പടി എടുക്കാതെ കേൾക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാനുള്ള ഒരു കൊതിയും താല്പര്യവും ഉണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൻപ് കാലത്ത് ചില മനുഷ്യർ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇങ്ങനെ ജീവിച്ചു വരത്തില്ലേ. അപ്പം ജീവിതത്തിൽ പല പല കാലാവസ്ഥകളും കുടുംബങ്ങളിൽ പല പല ന്യൂനമർദ്ദങ്ങളും ഒക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആത്മീയ ശൈത്യം ഉണ്ടാകും. കുളിരിൻ്റെ കാലം ഉണ്ടാകത്തില്ലേ, എത്ര പുതച്ചാലും വിറച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശൈത്യങ്ങളുടെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആ ശൈത്യത്തെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആത്മീയ പരിചരണം കിട്ടാത്തവരാണെങ്കിൽ ബാക്കിലായി പോകും. ചിലപ്പോൾ ചില പാപസാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ബാക്കിലായി പോകും. ഞാൻ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ പറയായിരുന്നു, അതായത് നോൻപെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെന്ന് പറയണത്, നമ്മൾ ഇടവ പള്ളിയിലോട്ട് പോകുന്നു, അപ്പനും മക്കളും എല്ലാവരും കൂടി. അപ്പോൾ പലർക്കും നടക്കാനുള്ള ശേഷി പലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 3 വയസ്സുകാരും 4 വയസ്സുകാരും ഒക്കെ നമ്മുടെ കയ്യെപ്പിടി നടക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ പുറകിലായി പോകും. അവരത് ഇതൊക്കെ കണ്ട് പൂ കണ്ടും പുഷ്പം കണ്ടും ഒക്കെ നിൽക്കണത്, കിള്ളാൻ നോക്കണത്, പൂ തുമ്പിയെ കണ്ട് അതിൻ്റെ പുറകെ വായ്പൊടുത്ത് നിൽക്കണൊക്കെയാണ് സംഭവം. പക്ഷെ അവർ പുറകിലായി പോകും. അപ്പോഴെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ പുറകിലായി പോയാൽ എന്ത് ചെയ്യും? മാതാപിതാക്കന്മാരവിടെ നിൽക്കും. ആ മക്കൾ സ്വന്തമായിട്ട് നടന്ന് അവരുടെ ഒപ്പം എത്താൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും സ്നേഹത്തോടെ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന നോൻപ് ദൈവം നിൽക്കണ ഒരു സമയമാണ്. അപ്പം നമ്മൾ പുറകിലായി പോയെങ്കിൽ നമുക്ക് സ്നേഹപ്രവർത്തകളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, സുവിശേഷ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വരാൻ കഴിയണം. അത് നമ്മുടെ തന്നെ ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അപ്പം അതല്ലേ നമ്മൾ പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്നൊക്കെ പറയത്തില്ലേ. പ്രഭാഷകൻ 33:16
ആ, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്നിലായി പോയ അനുതാപകാലത്തിലെ മുൻപ് കാലത്ത് ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുറകിലായി പോയാൽ നമ്മൾ ശ്രമിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനൊരു പങ്കുണ്ട് അവിടെ. എന്താണ്? നമ്മൾ ദൈവത്തോട്, കർത്താവെ എനിക്ക് കരകയറാൻ പറ്റണില്ല, എനിക്ക് ഈ നോൻപ് കാലത്തിന് ചൈതന്യത്തിന് ഒപ്പം എത്താൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ മുന്നിലാക്കിയെന്നാണ് ഈ പ്രഭാഷകൻ പറയുന്നത്. അപ്പോൾ കർത്താവാണ് നമ്മളെ മുന്നിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അനുദപിക്കാനുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. ആദിമസഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ ദൈവം പ്രദാനം ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. ഇപ്പൊ കലാപറക്കുന്നവരെപ്പോഴും ഞാൻ പിന്നിലായി പോയി, കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എല്ലാവർക്കും മുന്നേ എത്താൻ സഹായിച്ചെന്നവർ. അപ്പൊ ഇൻ കേസ് അത്യാവശ്യ ജീവിതത്തിൽ നീ പുറകിലായി പോയി എങ്കിൽ നീ പ്രാർത്ഥനയിലെ, പരിശ്രമത്തിലെ, പ്രത്യാശയിലെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവെ എന്നെ നോൻപിൻ്റെ അരൂപിയാൽ അഭിഷേകം ചെയ്യണമേ, നഷ്ടപ്പെട്ട ആധ്യാത്മിക ചൈതന്യം തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് ഒപ്പമെത്താൻ കഴിയും. ദൈവം നിങ്ങളെ. പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മറ്റം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഡിസംബർ 2022 ഡിസംബർ 17 വരാനുണ്ടായ സാഹചര്യം, എൻ്റെ മകളുടെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫറാണ് എന്നോട് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. പറയാനുണ്ടായ കാരണം, ഞാനിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ ആ ചേട്ടൻ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്തെങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ച് വരണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് 22 വർഷമായിട്ടുണ്ട് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, അതിന് ശേഷം നീ അതൊക്കെ തീരുമാനിച്ചാൽ മതി, ഇപ്പം നീ ഓപ്പറേഷനൊന്നും ചെയ്യാൻ പോകണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് കേട്ടു. അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ എൻ്റെ അടുത്ത് ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ആ ഡിസ്ക് കംപ്ലൈൻറ്റ് പൂർണ്ണമായും മാറിയതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ 5 വർഷമായിട്ട് എനിക്ക് എന്നും വയറുവേദന, ഭക്ഷണം കഴിക്കാനും പറ്റില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വയറുവേദന, ഭക്ഷണത്തെ കഴിച്ചു കഴിഞ്ഞാലും വയറുവേദന, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഉടമ്പടിയിൽ ഞാൻ ആ നിയോഗം കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുവരെ ഞാൻ അൾസറിൻ്റെ ഗുളികകൾ പിന്നെ കഴിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഞാനിപ്പോൾ അൾസറിൻ്റെ ഗുളികയൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഡിസ്ക് കംപ്ലൈൻറ്റിൻ്റെ ഗുളിയും അൾസറിൻ്റെ ഗുളികയ്ക്കൊക്കെ കൂടി ഏകദേശം ഒരു മാസം 16,000 രൂപയോളം ചിലവ് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ക്ഷീണമാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഇപ്പോഴും തളർച്ചയൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഞാൻ 3 വർഷമായിട്ട് അൾസറിൻ്റെ ഗുളിക പൂർണ്ണമായും നിർത്തി.
പിന്നെ ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിലേക്ക് ആ പേരും പറഞ്ഞ് ഞാൻ പോയിട്ടുമില്ല. പിന്നെ ഇവിടെ ഞാൻ ഡിസംബർ 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ആ ആഴ്ചയിൽ തന്നെ ഡിസംബർ 24-ാം തീയതി എൻ്റെ അമ്മയും എൻ്റെ മകനും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ഹോസ്പിറ്റലിലായി. ആ സമയത്ത് എൻ്റെ കയ്യിലൊരു 10 പൈസ പോലും ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അവർ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു. ആ സമയത്ത് പിറ്റേ ദിവസം ക്രിസ്തുമസാണ്. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മകളും മരുമകനൊക്കെ വീട്ടിലേക്ക് വരും. വീട്ടിലൊരു സാധനം വാങ്ങിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ മകൻ എന്നെ വിളിച്ച് പറയണത്, അമ്മേ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി, അമ്മച്ചി വണ്ടിയിൽ വന്ന് വീണു, അമ്മച്ചിക്ക് തലയിൽ ചോരയൊക്കെ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ദയ ഹോസ്പിറ്റലിലാണ് ചേട്ടന്മാരൊക്കെ കൂടി കൊണ്ടുപോയി കണതെന്ന്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. കാരണം നാളെ ക്രിസ്തുമസിന് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പോലും ഒരു 10 പൈസ ഇല്ലാണ്ട് വിഷമിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ വാർത്ത ഞാൻ കേൾക്കണത്. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ ഉടമ്പടിയുടെ കാശ് രൂപ ഉണ്ടായിരുന്നു. ആ കാശ് രൂപ എടുത്തിട്ട് ഞാൻ മുറുക്കെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ദയ ഹോസ്പിറ്റലിലേക്ക് പോവുക? ഒറ്റ രൂപ പോലും ഇല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് എന്താ ചെയ്യാമെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. അമ്മേ, നീ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഏകദേശം 10 ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും എനിക്കിതാണോ കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഉടമ്പടിയുടെ കാശ് രൂപം മാത്രമാണ്. അതും കൈ പിടിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ പോകുന്ന വഴികളിൽ ഞാൻ എന്ത് ചെയ്യണം പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവരോട് ചോദിച്ചിട്ട് അവരൊരു വള പണയം വെച്ചിട്ട് എനിക്ക് പൈസ തന്നു. ആ പൈസ കൊണ്ടുവന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ വന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അതിൻ്റെ പിന്നാലെ തന്നെ പൈസയായിട്ട് വേറെ ആൾക്കാർ വന്നു. അങ്ങനെ എൻ്റെ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ ബാഗിൽ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചീനെ സ്കാൻ ചെയ്യാനായിട്ട് ലിഫ്റ്റിൽ കയറ്റുന്ന സമയത്താണ് ഞാൻ അവിടെ കയറി ചെല്ലുന്നത്. ലിഫ്റ്റിൽ ഞാനും ഓടി കയറി വേഗം ഉടമ്പടിയുടെ തൈലം എടുത്തിട്ട് കുരിശ് വരച്ചു. അമ്മച്ചീനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ സോഡിയം കുറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഡെയിലി മെഴുകുതിരി കത്തിച്ച്, ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് അമ്മച്ചിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മച്ചി പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പിന്നെ ഇപ്പോൾ 2 മാസം മുന്നേ ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു വ്യക്തി 14 ലക്ഷത്തിൻ്റെ മുക്കുപണ്ടം പണയം വെച്ച് ഒരു കേസുണ്ടായി. അതിൽ 11 ലക്ഷം എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാനത് ഒത്തിരിയേറെ വിഷമിച്ചു. ഒരു 2 മാസക്കാലം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വ്യക്തി എനിക്ക് വാട്സപ്പിൽ കുറേ അനാവശ്യങ്ങളും നുണക്കഥകളും കുറേ വാട്സപ്പിൽ അയച്ചു. അതൊക്കെ കണ്ട് ഞാൻ ആകെ തളർന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി പരിശുദ്ധ അമ്മേ നീ തന്നെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ കുറേ മെസ്സേജ് അയച്ചപ്പോൾ അതിനൊരൊറ്റ മറുപടി മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ വാട്സപ്പിൽ. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ മാതാവും എനിക്ക് വേണ്ടി ചെയ്തു, എന്താണെങ്കിൽ ചെയ്തോളൂ എന്ന് മാത്രം ഞാൻ അവളുടെ അടുത്ത് മറുപടി പറഞ്ഞോളൂ. അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലത്തും അവൾ എന്നെ നാണം കെടുത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജനുവരി 28-ാം തീയതി ഞങ്ങളുടെ ഏരിയ ഹെഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് 2 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, എല്ലാവരും അവിടെ വരും, അവിടെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. ഞാനെന്ത് ചെയ്തു, അവിടെ നിന്ന് 12 മണിക്ക് സാർ അത് പറഞ്ഞ വശം ഞാൻ വേഗം എൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, നേരെ വീട്ടിൽ വന്നു, ഒന്ന് കുളിച്ചു, കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ചെറിയൊരു രൂപം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കെട്ടിപ്പിടിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് അവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു അടയാളം എനിക്ക് അവിടെ കാണിച്ചു തരണം. എനിക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ രക്ഷപ്പെടാമെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പറയണത്. എനിക്ക് അതിനെ മറികടന്ന് പറയാനൊന്നുമുള്ള കഴിവൊന്നും എനിക്കില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ വരണം, എനിക്ക് വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാനായിട്ട്
എനിക്ക് വേണ്ടത് അമ്മ ചെയ്തു തരണം, ഈശോയെ നീ ചെയ്തു തരണം എന്ന് പറഞ്ഞ് അമ്മയുടെ ഈ രൂപം പിടിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ചെന്ന് CI എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ വിറച്ചാണ് അങ്ങോട്ട് പോണത്. എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂപം ഉണ്ടായിരുന്നു. ആ കാശുരൂപം ഞാനിങ്ങനെ തളർന്ന് പോവാമെന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ഉടമ്പടിയുടെ കാശുരൂപം ഞാനിങ്ങനെ മുറുക്കി പിടിച്ച് ഞാൻ കരയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പെടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ നിൽക്കുന്നിടത്തിട്ടു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ മാത്രമുള്ളൂ എനിക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിക്കണം. എനിക്ക് അവിടെ എന്താ പറയണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്നോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി അമ്മ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരിയേറെ ആ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് പ്രാർത്ഥിച്ചു. കുറേ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചു. എല്ലാ സംസാരങ്ങളും കഴിഞ്ഞ് എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാലും ക്യാഷായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് തന്ന് സത്യം തെളിയിക്കാൻ പറ്റുമോയെന്നും ചോദിച്ചു. അത്രമാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ CI അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവർ പറയണത് പോലെ എന്തെങ്കിലും ഇതിൻ്റെ തെളിവായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അവർക്ക് കൊടുത്തതിൻ്റെ ചോദിച്ചു. അപ്പോൾ അവർക്കത് സത്യം തെളിയിക്കാൻ പറ്റിയില്ല, തെളിവായിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. CI പറഞ്ഞു, ഇവിടെ നിങ്ങൾ ചെയ്തതിൻ്റെ എല്ലാതും ദൃശ്യങ്ങളെല്ലാം ക്യാമറയിൽ ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ ഞങ്ങൾ ഹെഡ് ഓഫീസ് മുഖേന ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ, നിങ്ങളുടെ പേരിൽ ഇവിടെ ഒരു കേസുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഇവിടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സത്യങ്ങളും ഞങ്ങൾക്കിവിടെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി, എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ അവിടെ ആവശ്യമായത് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിച്ചു എന്നുള്ളത്. ഞാൻ അന്നൊരു പ്രതിജ്ഞ എടുത്തു, എൻ്റെ മരണം വരെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഈശോയുടെ വചനമനുസരിച്ച് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ മരണം വരെ ചെയ്യാൻ ഞാൻ ഇനി മേലാൽ ചെയ്യില്ല എന്നും ഞാൻ അവിടെ വെച്ചിട്ടൊരു പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ആ മകൾക്ക് വേണ്ടി വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇന്ന് ഈ നേരം വരെയും ആ മകളോട് ഒരു കടുകുമണിക്ക് പോലും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. എല്ലാ തരത്തിലും ഞാൻ അവൾക്കും അവളുടെ ആ കുടുംബത്തിനും വേണ്ടിയിട്ട് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു സത്യം വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി വലിയ കാര്യമാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഒത്തിരി ബോധ്യപ്പെട്ടു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിൻ്റെ പത്രം അവിടെ ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഒത്തിരിയേറെ ഞാനിത് കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങളിലെ അവരുടെ എല്ലാവിധ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മ ആവശ്യമായത് ഈശോയെ നീ ആവശ്യമായത് അവർക്ക് നൽകി അവരുടെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ ഓരോ വ്യക്തികളെയും ഉയർത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ പത്രം അവർക്കൊക്കെ കൊടുക്കാറ്. കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും എനിക്ക് കിട്ടിയ അടയാളങ്ങളുമെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയാൻ പറ്റാവുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായ മക്കളെ ചെന്ന് കാണാനും അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ മരുന്നുകൾ വാങ്ങാൻ പൈസ കൊടുക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ എനിക്ക് മുമ്പ് പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോവും, അതൊക്കെ ഒരു ലിമിറ്റ്, അത് കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമെന്നാണ് എൻ്റെ വിചാരമായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളും എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടി. പരിശുദ്ധ അമ്മ ഈശോയും എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എവിടെയും എന്നെ നാണം കെടുത്താതെ എൻ്റെ കൂടെ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരിക്കലും തീരാത്ത നന്ദി പറയാണ്. കുർബാന ഞാൻ ഇപ്പോൾ ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റാറില്ല. ഞായറാഴ്ചകളിൽ ഞാൻ കുർബാന കാണാറുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് കുടുംബ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എൻ്റെ സ്വന്തം ആവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ തീക്ഷ്ണതയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഒത്തിരിയേറെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ഇതൊക്കെ ചെയ്തു തന്ന പരിശുദ്ധമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വചനം. ജലസ്രോതസ്സിനരികിൽ നട്ടിരിക്കുന്ന ഒരു മരം പോലെയാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും ഉടമ്പടി മക്കൾ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പുറം സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും ഉള്ളിൽ സ്ഥിരതയും സമാധാനവുമാണ്. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, ജോലിയിലുള്ള പ്രതിബന്ധങ്ങളാവാം, കഷ്ടതകളാവാം, കടബാധ്യതയാവാം. ഇവയെല്ലാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചൂടും വരൾച്ചയുമാവാം. ഉടമ്പടിയിലൂടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുന്നു എന്നാണ് ഓരോ സാക്ഷ്യവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജലത്തിനരികെ നട്ടവൃക്ഷം പോലെ ദൈവത്തിൽ വിശ്വാസമുള്ള ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾ എപ്പോഴും ദൈവകൃപയുടെ ജലസ്രോതസ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ചൂട് വന്നാലും ഭയപ്പെടില്ല. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും ദുഃഖങ്ങളിലും വരാം. എന്നാൽ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തിൽ അവർ തളരുകയില്ല. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. പരിശുദ്ധ അമ്മ ദൈവകൃപയുടെ ജലസ്രോതസ്സിൽ വേരുറച്ച അമ്മയാണ്. പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെയാണ് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൽ വേരുറച്ച് ഭയമില്ലാതെ മുന്നോട്ട് ജീവിക്കാം. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് മിനി എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യം പറഞ്ഞ 2 രോഗസൗഖ്യങ്ങളാണ്. 22 വർഷം നീണ്ടു നിന്ന ഡിസ്ക് കംപ്ലൈൻറ്റും 5 വർഷം നീണ്ടു നിന്ന അൾസർ എന്ന രോഗവുമാണ്. ഈശോയിലും അമ്മയിലും വിശ്വാസം അർപ്പിച്ച് ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും സർജറിക്ക് ഡേറ്റ് പോലും ഫിക്സ് ചെയ്തെങ്കിലും ഉടമ്പടി വസ്തുക്കളും പ്രാർത്ഥനകളും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിച്ചതിലൂടെയുമാണ് ഈ മകൾക്ക് ഇന്ന് രോഗസൗഖ്യമായി കിട്ടി ഇന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. പിന്നീട് വന്ന ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു. 2 മാസം മുൻപ് ധനകാര്യ സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഈ മകൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയൊരു പ്രശ്നത്തിൽ ഇടപെട്ടു. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വിഷമിച്ച സമയത്ത് ഏകദേശം 11 ലക്ഷത്തോളം രൂപയാണ് ഈ മകൾക്ക് അടയ്ക്കേണ്ടി വരേണ്ടതായിട്ട് വന്നത്. പക്ഷെങ്കിൽ അവിടെയും ഈ മകൾ വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങൾ മുറുക്കെ പിടിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചു. സത്യം പുറത്തു വരുവാനും പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഓരോ പ്രാവശ്യവും ഇൻവെസ്റ്റിഗേഷന് വന്നപ്പോഴും വിളിച്ചപ്പോഴും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾ ഓരോ കാര്യത്തിനും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ മകൾക്ക് ഈശോയും അമ്മയും കൂടെ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത് അവരോട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സാധിച്ചു. അങ്ങനെ ഈ മകളുടെ നിരപരാധിത്വം അവർക്ക് മനസ്സിലാവുകയും ഒരു പൈസ പോലും ചിലവാക്കാതെ എല്ലാ പ്രോബ്ലംസും സെറ്റിലാവുകയും ചെയ്തു. സങ്കീർത്തനം 16:1 പറയുന്ന പോലെ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെടുമ്പോഴും ഉടമ്പടി മക്കളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും കേട്ട് ഈ മകളെ അനുഗ്രഹിച്ചത്. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നല്ലൊരു മരം പോലെയാണ്. വിശ്വാസത്തോടെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുള്ള ധൈര്യവും ശക്തിയുമെല്ലാം നമുക്ക് ഈശോയും അമ്മയും കൂടെ നിന്ന് നൽകും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്നാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം വചനം പറയുന്നത്. നമ്മൾക്ക് മനുഷ്യമായിട്ട് തോന്നുന്ന ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും 11 ലക്ഷം എന്ന് പറയുന്നത് ഇമ്മൾക്ക് അസാധ്യമായൊരു കാര്യമാണ്. അത് സെറ്റിൽ ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. 2 മാസത്തോളം ഈ മകൾ ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചു. ആ സാഹചര്യത്തിലും കൂടെ നിന്ന് ഈ മകളെ സംരക്ഷിച്ച് സഹായിച്ചതും ഈശോയും അമ്മയുമാണ്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും എല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുക്കാം.
കർത്താവെ, ജലത്തിനരിയെ നട്ടുപോലെ വിശ്വാസത്തിൽ ഉറച്ചവരായി ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇമ്മിനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യം തന്നെ യേശുവിനോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ്. എൻ്റെ പേര് സിജിത്ത് ജോസഫ്. ഞാൻ കൊല്ലം ചവറ തെക്കുംപാം സെൻറ്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് അബ്രോഡ് പോകാൻ വേണ്ടിയാണ്. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഇസ്രായേലിൽ പോകാനുള്ള ഒരു വിസ കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ കൊണ്ടുവരുന്നത്. അന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ വീട്ടിൽ പോവുകയും ചെയ്യാറുള്ളൂ. ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. 2025 ജനുവരി 9-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ആദ്യത്തെ ഉടമ്പടിയുടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പൊതുവേ സാധാരണ രീതിയിൽ പോയതും. ഒന്നാമത്തെ കാര്യം, ഞാൻ ദേവാലയങ്ങളിൽ പോയെങ്കിലും അകത്തൊന്നും കയറാറില്ല, കൊമ്പസാരിക്കാറൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ ഉടമ്പടിയിലൂടെ അതെല്ലാം നികത്തി കറക്റ്റായിട്ട് എന്നെല്ലാം പാലിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടുന്ന് വരുന്ന പത്രമൊക്കെ എല്ലാം കറക്റ്റായിട്ട് ആദ്യമേ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നെ കോമ്പസാരത്തിലൂടെ അച്ഛൻ്റെ ഒരു ഇതുണ്ട്, മറ്റുള്ളവർ നോക്കണ്ട, നിൻ്റെ ഭക്തി നിൻ്റെ വിശ്വാസത്തിലൂടെ നീ മുന്നോട്ട് പോകാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ. അങ്ങനെ പത്രങ്ങളെല്ലാം കൊടുത്തു. സ്ഥിര വരുമാനം ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഉള്ള ദാനശീലം ഉള്ളൂ, പാവങ്ങളൊക്കെ സഹായിക്കാറുള്ളൂ. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു. ഇസ്രായേലിൽ പോകാനുള്ള ഡൽഹി വെച്ചായിരുന്നു. 57 പേരിൽ 3 പേരാണ് സെലക്ട് ആയത്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു ഇൻ്റർവ്യൂവിലൂടെ അത് ഫെയിലായി. അപ്പം ഭയങ്കര വിഷമം തോന്നി. കാര്യം കൊല്ലത്തുനിന്ന് ഡൽഹി വരെ പോയിട്ട് പാസ്സായില്ലല്ലോ എന്ന് ഓർക്കുമ്പം മാതാവിനോട് കുറേ സങ്കടം പറഞ്ഞു. കാര്യം ഇത്രയും മെനക്കെട്ട് വന്നു, ഇത്രയും പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, എന്നിട്ട് വിസ വന്നില്ല. അങ്ങനെ നവംബർ 5-നായിരുന്നു 2025 നവംബർ 5-നായിരുന്നു ആ ഇൻ്റർവ്യൂ. അപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ നവംബർ 9-ാം തീയതി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴും വിഷമമാണ്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് നവംബർ 13-ാം തീയതി ചൊവ്വാഴ്ച ഞാൻ നോമ്പെടുക്കുന്ന ദിവസമാണ്. അപ്പം ഇതുവരെ മുടങ്ങിയിട്ടില്ല നോമ്പെടുക്കുന്നത്. അപ്പോൾ അന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിറ്റേ നവംബർ 25 അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അന്നും ഇൻ്റർവ്യൂ ഓഫ് ലെറ്റർ വന്നു എനിക്ക്. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ മുമ്പും 2025 ഇവിടുത്തെ ജപമാല റാലിക്ക് വന്നതാണ്. അതും എൻ്റെ സഹോദരങ്ങളുടെ കൂടെയാണ് വന്നത്. എന്നെക്കാട്ടിയും മുതിർന്നവരാണ് അവർ. അപ്പം അവരോടെ നല്ല രീതിയിലാണ് ഞങ്ങൾ ജപമാല റാലി പങ്കെടുക്കുകയും അന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, ഈ വർഷം 2025 തീരുന്നതിനെക്കാട്ടി മുമ്പെങ്കിലും 28, 20, 30 അതിൻ്റെ അകത്ത് വെച്ചെങ്കിലും എനിക്ക് വിസ തരണം. ഞാൻ ഇത്രയും കഷ്ടപ്പെടുകയാണ് വർഷങ്ങളായിട്ട്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ 2025 നവംബർ 25 എനിക്ക് ഓഫ് ലെറ്റർ വരികയും ഡിസംബർ 29 മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് വിസ വരികയും ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് ഉള്ളൊരു കേട്ടിട്ടുണ്ട്. ഞാനും വെച്ച് നോക്കിയതാണ്, അറിയില്ല കിട്ടുമില്ല എന്ന്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് തന്നു. അതും എന്നെക്കാട്ടി മുമ്പേ അറ്റൻഡ് ചെയ്ത, ഞാൻ ഫെയിലായ ഇൻ്റർവ്യൂവിന് പോയവരെക്കാട്ടി മുമ്പേ എനിക്ക് വിസ തരികയും സബ്മിഷന് ഞാൻ ബോംബെ പോവുകയും അവരെക്കാട്ടി മുമ്പേയും മെഡിക്കലും സബ്മിഷനും ചെയ്തു തന്നു മാതാവ്. അത് വലിയ അനുഗ്രഹമാണ്. ടിക്കറ്റ് വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിസ വരുമ്പം പിറ്റേ ദിവസം വരാമെന്നാണ്. ശാരീരിക ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സബ്മിഷന് പോയപ്പം മെഡിക്കലുണ്ടായിരുന്നു. മെഡിക്കലിന് VPയും ECG ഒക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റീമെഡിക്കൽ എന്തായാലും കാണും എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് റീമെഡിക്കൽ അടിച്ചില്ല. ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ബൈ ഹിസ് ഗ്രേസ് നോട്ട് മൈ മെറിറ്റ് എന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന്. ഞാൻ എൻ്റെ മെഡിക്കലിന് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ ഇവിടുന്ന് ബോംബെ പോയപ്പം എൻ്റെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇനി കൂടുതലുള്ളവർ പറയും ഇവന് ഭയങ്കര പ്രാർത്ഥനയാണ് എന്ന് വിചാരിച്ചിരുന്നപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ ഉൾപ്പെടെ 8 പേരാണ് പോയത്. അപ്പം ആ 8 പേരിൽ 4 പേരും ഉടമ്പടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ ചാപ്പലുണ്ടായിരുന്നു. അവിടെയും മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, കൃപാസന മാതാവിൻ്റെ. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. അപ്പം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെയും ഞങ്ങൾ ഒരുമിച്ചൊക്കെയായിരുന്നു പ്രാർത്ഥിക്കാറുള്ളത്.
അപ്പം എംബസിയിൽ പോയപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ ഈ കൃപാസനത്തിലെ കാശുരൂപ എന്നും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാനത് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ചോദിച്ചു. അപ്പം മാതാവിനോട് അത്രേ പ്രാർത്ഥിച്ചോളൂ, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ, അത് എത്ര ചോദിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പോയപ്പം 16 പേരിൽ ഏറ്റവും ആദ്യത്തെ ഇൻ്റർവ്യൂ എൻ്റെ ആയിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എന്നോട് ഓൾറെഡി ആ ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾ നല്ല ചോദ്യം ചോദിക്കുന്ന ആളാണ്. പക്ഷെ എന്നോട് മാത്രം ക്യാഷ്വലായിട്ട് എനിക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം ചോദിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെക്കാട്ടിയും അന്നത്തെ ദിവസം തന്നെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. ഭയങ്കര സന്തോഷം തോന്നി. എന്നാലും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയില്ല. കാര്യം ഇത്ര നാൾ കഷ്ടപ്പെട്ടിട്ട് കിട്ടി എന്നതിലും പിന്നെ ഇവിടെ വന്ന് ഇത് സാക്ഷ്യം പറയണമെന്ന് മാധവനോട് മുമ്പേ പറഞ്ഞതാണ്. കാര്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും മാധവനോട് പറയുമായിരുന്നു, ഞാൻ രണ്ടാമത്തെ ഒരു ഉടമ്പടിയിലൂടെ മാറ്റങ്ങൾ വന്നെങ്കിലും ഞാൻ മാധവനോട് ചോദിച്ചു, എനിക്കെന്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ മാതാവിനെ എടുക്കുന്നതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിനെ തന്നെ കിട്ടണം എന്ന് ഞാൻ പറയുകയും അവിടെ വെളിയിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പം സൂക്ഷ്മം പോലെ എനിക്ക് മാതാവിനെ ഞറക്കി വീഴുകയും മാതാവിനെ എടുക്കുകയും ചെയ്തു. അപ്പം മൂന്നാമത്തെ ഉടമ്പടിയിലൂടെ എനിക്ക് നല്ല മാറ്റങ്ങൾ വരികയും ഞാൻ നല്ല രീതിയിലാണ്. പിന്നെ പ്രാർത്ഥന നിർത്താൻ പറ്റാതിരിക്കുകയും എന്നുവെച്ചാൽ പ്രാർത്ഥന ഇരിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥന പഠിച്ചേ പറ്റൂ. ജപമാല പ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ ഇരിക്കാറില്ലായിരുന്നു പൊതുവേ. പള്ളിയിലൊന്നും അങ്ങനെ പോയാലും അകത്തൊന്നും കയറില്ല, ഫ്രണ്ട്സായിട്ട് വെളി നിൽക്കാറേ ഉള്ളൂ. ആദ്യമേയൊക്കെ ഈ ഉടമ്പടി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ശരിയാവുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നിർത്താമെന്നവരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇവിടം വരെ വരാൻ പറ്റുകയും ഇവിടെ വന്നെങ്കിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനോടൊരു നന്ദി പറയുകയാണ്. ഇതുവരെ എനിക്ക് ഇസ്രായേലിൽ പോകാനുള്ള വിസ തന്നതിന് അമ്മയോട് വീണ്ടും നന്ദി പറയുകയും യേശുവിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ജെറമയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വചനമാണ്. ജലസ്രോതസ്സിനരികിലെ മരം പോലെയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും. പുറം സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടങ്ങൾ, ഇൻ്റർവ്യൂവിലെ ഫെയിലിയേഴ്സ്, കടബാധ്യതകൾ, രോഗാവസ്ഥകൾ എന്തു തന്നെ ആയാലും ഇതൊക്കെ ആവാം ജീവിതത്തിലെ ചൂടും വരൾച്ചയും. പക്ഷെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു സമാധാനം, ആരോ കൂടെ ഉണ്ടെന്നുള്ള വിചാരം, എല്ലാം നല്ലതിനാവും എന്നുള്ളൊരു സന്തോഷമാണ് ഉള്ളിൽ നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത്. അത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമാണ്. ഒരു പ്രതീക്ഷ, ഒരു നഷ്ടപ്പെടാത്ത പ്രതീക്ഷ, വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ഒരു പ്രതീക്ഷ. നമ്മൾ ഓരോരുത്തരും ജലത്തിനരികിലത്തെ വൃക്ഷം പോലെ ദൈവത്തിൻ്റെ കൃപയിൽ വളരുമ്പോഴാണ് നമുക്ക് പ്രതിസന്ധികൾ ഏതൊക്കെയായാലും അത് തരണം ചെയ്യാനുള്ള ശക്തിയും ബലവും ഈശോയും അമ്മയും നമുക്ക് നൽകുന്നത്. ഈ മകൻ്റെ സാക്ഷ്യവും അതുപോലെ തന്നെയാണ്. ഈ മകൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് ചെയ്യുവാൻ പറ്റുമോ എന്നുള്ളൊരു ഭയവും. കൂട്ടുകാരെല്ലാം ഉടമ്പടി എടുത്തു. ആദ്യം കൂട്ടുകാരൻ്റെ കൂടെ വന്നു. പിന്നീട് വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ മകനും വന്ന് ആദ്യം ഉടമ്പടി എടുത്തു, പുതുക്കി. രണ്ടാമത് ഉടമ്പടി എടുത്തു, വീണ്ടും പുതുക്കി. ഈ മകൻ പറഞ്ഞു, കുമ്പസാരമില്ലായിരുന്നു, ദേവാലയത്തിൽ പോകില്ലായിരുന്നു, പത്രം കൊടുക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരുന്നു, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയാണ് ആദ്യത്തെ 2 ഉടമ്പടികൾ വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് നീങ്ങിയത്. എങ്കിലും ഈ മകൻ ജലസ്രോതസ്സിനരികിലുള്ള ഒരു മരം പോലെയായിരുന്നു. ആ വരൾച്ചയുടെ സമയത്തും വിശ്വാസത്തിൻ്റെ കണിക പോലും ഇല്ലായിരുന്ന സമയത്തും ഈശോയും അമ്മയും ഈ മകൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു. 3ാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥന. ഈശോയും അമ്മയും ഈ മകനെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യം 3ാമത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയോട് ഒരു ചെറിയ അടയാളം ചോദിച്ചു, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. അന്നാണ് ആ മകന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനെയാണ് ഈ മകൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അങ്ങനെ ഒരു അടയാളത്തോടു കൂടി അന്ന് ഉടമ്പടി പുതുക്കി. പിന്നീട് ഒരു പുതിയ ഒരു ഉടമ്പടി ജീവിതമാണ് ഈ മകൻ നയിച്ചത്.
പിന്നീട് പ്രാർത്ഥിച്ചപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അന്നും നവംബർ 5-ാം തീയതിയാണ്, അതായത് ഉടമ്പടി എടുത്ത അന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അത് ഫെയിലിയറായി. വീണ്ടും ഈ മകൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പിന്നെയാണ് നവംബർ 13, അതായത് ചൊവ്വാഴ്ച, ഈ മകൻ പറഞ്ഞതുപോലെ നോയമ്പെടുക്കുന്ന ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അന്ന് ഈ മകൻ ഉടമ്പടി എടുത്ത് ശേഷം ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ ആണ് പാസ്സായത്. പിന്നീട് വീണ്ടും അടുത്ത ചൊവ്വാഴ്ച, അതായത് 25-ാം തീയതി നവംബർ, ഓഫർ ലെറ്റർ വന്നു. പിന്നീടുള്ള ഡിസംബർ 29 ഇസ്രായേൽ പോകാനുള്ള വിസ വന്നു. ഇത് ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ടാണ് വരുന്നത്. ജലസ്രോതസ്സിനരികിലെ ആ മരം പോലെ ആ ദൈവത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവസ്നേഹം മനസ്സിലാക്കിയപ്പോഴാണ് ഈ മകൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു വഴി ഈശോ മകൻ തുറന്നു കൊടുത്തത്. പിന്നീടെല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. പിന്നെ ആ മകൻ പറഞ്ഞത്, ആ വിസ കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോഴൊക്കെ ഉടമ്പടി കാശിരൂപം കൂടെ ഉണ്ടായിരുന്നു, ഉടമ്പടി വസ്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം അവർ 8 പേരാണ് ഇൻ്റർവ്യൂവിന് അന്ന് പോയത്. ആ 8 പേരിൽ 4 പേര് ഉടമ്പടി എടുത്തവരായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൃപാസനം അമ്മയുടെ സാന്നിധ്യം ഇടപെടലും ഈ മകന് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടുത്തെ അടുത്തുള്ള സ്ഥലത്ത് കൃപാസനം അമ്മയുടെ തന്നെ ഒരു ചാപ്പലുണ്ടായിരുന്നു. എല്ലായിടത്തും ഉടമ്പടി എടുത്ത് വിശ്വസ്തതയുടെ തീഷ്ണതയോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പരിശുദ്ധ അമ്മ ഈശോ ഇടപെടുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായിട്ടാണ് ഇന്ന് ഈ മകന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വിസയുമായിട്ട് നന്ദി പറയുവാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ടിക്കറ്റ് എപ്പോൾ വന്നാലും പോകാൻ റെഡിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി പെട്ടെന്നാണ് വരുന്നത് കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തോടു കൂടിയാണ് ഈ മകൻ പറഞ്ഞ്, ഇന്ന് തന്നെ എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയണം, ഇനി എപ്പോഴാണ് വരുന്നതെന്ന് വരാൻ പറ്റുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയണം. കാരണം എൻ്റെ ജീവിതം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല, ഉടമ്പടി നിർത്താൻ പറ്റുന്നില്ല, ഉടമ്പടിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. ഒരു ജീവിതം തുടക്കത്തിൽ പറഞ്ഞതും അവസാനം എൻഡ് ചെയ്തതും ഈശോയുടെ അമ്മയോട് ചേർന്നുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ്. അതായത് വിശുദ്ധിയുടെ ജീവിതമാണ്. കാരണം ആദ്യം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചെങ്കിലും പിന്നീട് ഈ മകന് ഒരു നല്ലൊരു ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു ഉണർവാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മകന് കിട്ടിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാം. കർത്താവിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. അതുകൊണ്ട് ഫലപ്രദമായ ഉറച്ച ഒരു വിശ്വാസ ജീവിതം. ജലസ്രോതസ്സിൽ വരണ്ട സമയത്തും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ടെന്നും, ചൂടുള്ള സമയത്ത് നമ്മളെ തണൽ നൽകുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിൽ വേരുറച്ച് ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജലത്തിനടുത്ത വൃക്ഷം പോലെ വിശ്വാസത്തിൽ വേരുറച്ച് ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിജിത് ജോസഫിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ മറീന, ഇത് അന്തോണി, മത്തായി, അഭിലാഷ്. ഞങ്ങൾ ഫാമിലിയായിട്ട് സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വരുന്നതിന് കാരണം എൻ്റെ മമ്മി കൃപാസനത്തിൽ വരാറുണ്ട്. അപ്പം കൃപാസനത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയും, ഇവിടെ ഒത്തിരി അത്ഭുതം നടക്കുന്നതാണ്. അപ്പം ഞാൻ ഒത്തിരി ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ, അതുപോലൊരു ധ്യാനകേന്ദ്രമാണല്ലേ എന്ന് ചോദിച്ചു മമ്മിയോട്. പക്ഷേ നാട്ടിൽ 2024 എൻ്റെ അനിയൻ്റെ കല്യാണത്തിനാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് അവിടുന്ന് പോരുന്നതിന് മുമ്പ് പറഞ്ഞു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോവാം, എനിക്ക് കുറേ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അപ്പം നടക്കുമെന്നൊന്ന് നോക്കാം, എല്ലാവരും പോണതല്ലേ എന്ന് വിചാരിച്ച് ഞാനിവിടെ വന്നു. അപ്പം ഞങ്ങൾ പോകുന്നതിന് 2 ദിവസം മുമ്പാണ് ഞാനിവിടെ വരുന്നത്. 6 നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചോദിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടന്ന് കിട്ടുന്ന അനുഭവങ്ങൾ അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ടാണ് നാട്ടിൽ പഠിച്ചത്. ഞാൻ ഫാർമസിയാണ്. പിന്നീട് ഞാൻ UK ഫാർമക്കോളജി പഠിച്ചു. അപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ചെല്ലുമ്പോൾ എൻ്റെ വിചാരം ചെല്ലുമ്പോൾ തന്നെ ജോലി കിട്ടും, എന്ത് പാട്, ജോലിക്കൊന്നും ഒരു പാടില്ലല്ലോ, അത്രയും പഠിച്ചതല്ലേ. 6 വർഷം ഞാൻ നോക്കിയിരുന്നു. ഒരു ആഴ്ച ഒരു 20 ആപ്ലിക്കേഷനൊക്കെ വെച്ച് അയക്കും, കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വരുമ്പം അവിടെ നമുക്ക് സെയിം സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഇതാവാൻ വേണ്ടി ഹാഗർ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യണം. അപ്പോൾ അത് എന്നതാണെന്ന് ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഞങ്ങൾ പല ഓഫീസുകളിൽ കയറി ചോദിച്ചു. അവർ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ് ഇത് കിട്ടുക, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങളൊരു ഓഫീസിൽ കൊണ്ടുപോയി എൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലൈ ചെയ്യുക. അപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളുടെ തൊട്ട് പുറകിൽ ഒരു കുട്ടി നിൽപ്പുണ്ട്.
കുട്ടിയല്ല, ചെറിയ കുട്ടിയല്ല, ഒരു UN വർക്ക് ചെയ്യുന്ന ഒരു കൊച്ച്. അപ്പം അയാൾ ഞങ്ങളോട് ചുമ്മാ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഞങ്ങളോട് എവിടെ നിന്നാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പ്രൈവസി എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കയറി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളോട് ഇത്രയും സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് മാറി പോവുക. ഈ കൊച്ച് ഞങ്ങളുടെ പുറകെ വരിക. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ കൊച്ച് ഞങ്ങളുടെ പുറകെ വന്നിട്ട് ഈ കൊച്ച് ഞങ്ങളോട് പറഞ്ഞു, അവൻ്റെ ഒരു പേപ്പർ വർക്ക് ഹാഗർ അപ്പോസ്റ്റൽ ചെയ്തു, ആ വണ്ടി ചെന്നൈയിലോ എവിടെയെങ്ങാണ്ട് പിടിച്ചിട്ടേക്കുവാണ്. അപ്പം ഞാനും ഹസ്ബൻഡ് ഇതിനെ എന്ത് ചെയ്യും, ഇത് എവിടെ ചോദിക്കും, ഞാൻ കൊടുത്ത പേപ്പർ വർക്കുകൾ ശരിയാവുമോ, മാസങ്ങളെടുക്കും, നമുക്കൊരു ജോലിയുടെ ആവശ്യമല്ലേ, ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കൊച്ച് ഞാൻ ചോദിക്കാതെ ഞാൻ പറയാതെ, എൻ്റെ ഒരു കാര്യം അറിയത്തില്ല, പക്ഷേ ഈ കൊച്ച് എന്നോട് ഹാഗർ അപ്പോസ്റ്റൽ ഇന്ന സ്ഥലത്താണ് ഞാൻ ചെയ്തത്, ഇന്ന ഏജൻസി കൊടുത്തു, ഇത്ര സമയം എടുക്കുള്ളൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് തന്നു. അപ്പോൾ ആ കൊച്ച് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ പേപ്പേഴ്സ്, അതിനുശേഷം എനിക്ക് ആ കൊച്ചുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. ഇപ്പം എൻ്റെ മനസ്സിലും ഞാൻ ആഗ്രഹിച്ചതും ചിന്തിച്ചതും കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ടെൻഷൻ അനുസരിച്ച് സമയത്ത് പറഞ്ഞു തന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു വലിയൊരു സാക്ഷി എനിക്ക് മാതാവിൻ്റെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ മോനെക്കുറിച്ചാണ്. ഇവൻ മത്തായിക്ക് 3.5 വയസ്സായി. അവൻ മമ്മി പപ്പി എല്ലാം പറയും, പക്ഷേ അവൻ്റെ ഒത്തിരി വർത്തമാനമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഒരു തവണ ഞങ്ങൾ പുറത്ത് പോയി തിരിച്ചു വന്നിട്ട് കൊച്ചു വണ്ടിയിലിരുന്നിങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് കരയോ. അപ്പം ഞങ്ങൾ വെച്ച് വഴക്കുണ്ടാക്കി കൊച്ചിനോട്, നിനക്ക് എന്നാ വേണ്ടേ, ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം എടുത്തു കൊടുത്തു, എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തു കൊടുത്തു. വീട് തുറന്ന് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ കൊച്ചു ഓടി ചെന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചു. അവൻ വെള്ളം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വാസർന്ന് അവിടെ പറയാം. അപ്പോൾ വെള്ളം, എൻ്റെ മോന് വെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ മോന് വെള്ളം കൊടുക്കാൻ പറ്റിയില്ല. എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത്, എൻ്റെ മോൻ ഭക്ഷണം ചോദിക്കുന്നതൊക്കെ എനിക്കൊന്ന് മനസ്സിലാവണം, കാരണം അവൻ ദാഹിച്ചിരിക്കരുത്, എനിക്ക് അവന് വെള്ളം കൊടുക്കാനെങ്കിലും പറ്റണേ മാതാവേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇവിടുന്ന് അന്ന് ഞാൻ 2024 ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ചായ കുടിക്കുക. ചായ കുടിച്ച് ഒരു കേക്ക് കഷ്ണം ഇവൻ തിന്നു. അതിനുശേഷം ഇവൻ വായടച്ചിട്ടില്ല, വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ പുള്ളി നിർത്തില്ലാത്ത പോലെ എൻ്റെ മോനിപ്പോൾ വർത്താനം പറയും. അതാണ് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം. മൂന്നാമത് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടിയുടെ തൈലവും ഇതെല്ലാം കൊണ്ടുപോകില്ല. അപ്പം എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാതെ. ഒത്തിരി പ്രാർത്ഥിക്കില്ല, പക്ഷേ ഈ ഉടമ്പടി തൈലം ചെയ്യുമ്പോൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ അന്ന് ഞങ്ങൾ സേഫാണ്, പ്രൊട്ടക്റ്റഡ് ആണ്, ഞങ്ങൾക്ക് ഒരു ആപത്തും വരില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ ഇത് ചെയ്യും. അപ്പം ഞങ്ങൾ ഒരു ദിവസം കുറച്ച് നാളായി സന്ധ്യാപ്രാർത്ഥന ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇന്ന് എന്തായാലും നമുക്ക് കുരിശ് വരയ്ക്കാം, എല്ലാവർക്കും കൂടി ഇരുന്നെന്ന് പറഞ്ഞ് കുരിശ് വരച്ചു ഇവിടെ പോരുന്നതിന് മുമ്പ്. അപ്പോൾ കുരിശ് വരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലോർത്തു, ഈ തവണ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി തൈലം കിട്ടണം. ഉടമ്പടി തൈലം കിട്ടുമ്പം കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു വർഷം എനിക്ക് ഇനി പോകണമല്ലോ, അടുത്ത വർഷമല്ലേ ഞാൻ വരുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം ഇരുന്ന രൂപത്തിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ ഉടമ്പടി തൈലത്തിൻ്റെ കുപ്പിയുടെ തൈലം മുകളിൽ വരെ എത്തി നിന്ന്. ഒരു ഫെബ്രുവരിയിൽ നമ്മൾ എടുത്ത അല്പം ഫെബ്രുവരി ആകുമ്പോൾ തീരും, കാരണം ഞങ്ങൾ 4 പേരും ഒരു രോഗം വരുമ്പോഴോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴോ എപ്പോഴും നമ്മൾ ഉടമ്പടി തൈലം തൊട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് നിറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡോട് ചോദിച്ചു, നിങ്ങളാരെങ്കിലും എടുത്ത് നിറച്ചതാണോ? പിള്ളേരെന്തായാലും എത്തില്ല, അവർക്ക് നല്ല പൊക്കത്തിലാണ്. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ പാകത്തിനുള്ള ഒരു അർഹത എനിക്കില്ല. പക്ഷെ എന്തെങ്കിലും അവിടെയും ഞാൻ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു. പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. മാതാവ് എന്ന ഒരു വ്യക്തി നമ്മൾ കാണുന്നില്ലെങ്കിലും എന്താ പറയുക, പ്രസൻസ് നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ കൂടെ നടന്ന് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത്. നാലാമത് ഞാൻ അവിടെ ചെന്ന് എനിക്ക് ജോലി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ജോലിക്ക് ഞാൻ വർഷങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്നു. എന്താണ് കുഴപ്പം, ജോലി കിട്ടേണ്ടതല്ല. 20 ആപ്ലിക്കേഷനൊക്കെ ഞാൻ മാസം ആഴ്ചയിൽ 20 ആപ്ലിക്കേഷൻ വെച്ച് അയക്കണം. എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. 2 മാസത്തിനുള്ളിൽ എനിക്ക് അവിടെ ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ ഇപ്പോഴും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് 4ാമത്തെ സാക്ഷ്യം. 5ാമത് ഞങ്ങൾ ഇപ്പം ഉടമ്പടി എടുക്കുമ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഉടമ്പടി 2024 എടുത്ത് പോയതിന് ശേഷം എപ്പോഴും എനിക്ക് ഉടമ്പടി പുതുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് പുതുക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊരു ഫോഴ്സ്, ഒരു അദൃശ്യമായൊരു ശക്തി നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. അപ്പം
നമുക്കൊരു ബുദ്ധിമുട്ട് വരുവാണ്, ഉടനെ എനിക്കൊരു ബുദ്ധിമുട്ട് എത്തും. എനിക്ക് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തേ പറ്റൂ. ആ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും, ഇപ്പോൾ നമ്മൾ സോഷ്യലൈസ്ഡ് ആയിട്ട് പുറത്ത് ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാർ വൈൻ കുടിക്കും, അല്ലെങ്കിൽ പുറത്ത് പോകും, പാർട്ടി ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങൾ വർഷങ്ങളായി, ഇപ്പം 2024 മുതൽ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാറില്ല. ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പോലെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് വന്നെത്തും. ഞങ്ങൾക്ക് അസ്വസ്ഥതകൾ വരും ഞങ്ങളുടെ വീട്ടിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ അതുപോലെ ഞങ്ങൾ ചുറ്റും കൃപാസനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആൾക്കും അങ്ങനെ വലിയ വിശ്വാസം. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണമാണ് ഇതൊക്കെ പറയാനായിട്ട് എല്ലാവരോടും. ഞാൻ ഇങ്ങനെ അത്ഭുതം നടന്നു എന്ന് മറ്റ് പുറത്ത് രാജ്യത്ത് നമ്മുടെ അത്രയും വിശ്വാസമുള്ളവരല്ല അവർക്ക് പള്ളി, അവരൊരു റിഫോർമേറ്റീവ് കിർഹ എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഈശോയുടെ രൂപങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവരുടെ കഴിവിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരെന്നുള്ള രീതിയാണ്. അപ്പം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് പറയണ്ട, ഞാൻ മിണ്ടനില്ല, നാണക്കേടല്ലേ, എങ്ങനെ പറയുക, ഇതൊക്കെ ഇവർ തമാശയാക്കില്ലേ എന്ന് ഓർക്കും. പക്ഷേ ഏതെങ്കിലും ഒരു മൊമെൻറ്റ് വരും, ഞാൻ ഈ വിശ്വാസമില്ലാത്തവരുടെ അടുത്ത് പോയിട്ട് മാതാവിനെക്കുറിച്ച് പറയേണ്ടി വരും എനിക്ക്. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലൊരു മാതാവുണ്ട്, ആ മാതാവ് തന്ന ജോലിയാണ്, ആ മാതാവ് ജയിപ്പിച്ച പരീക്ഷയാണ് എന്ന് ഞാൻ എപ്പോഴും പറയേണ്ട പോലെ അതാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. വിശ്വാസമില്ലാത്ത അവിടുത്തുകാരുടെ അടുത്ത് എനിക്ക് ഉണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുക, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുപോലെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഞാനൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ജർമ്മൻ. നമ്മൾ പല കോഴ്സിന് പോയി പരീക്ഷ പഠിച്ചു, അവരെഴുതേണ്ടേക്കാൾ ഒരു ഫോമാറ്റ് ഉണ്ട്, അതെല്ലാം കാണാതെ അതേപടി എഴുതും, പക്ഷെ പരീക്ഷയ്ക്ക് ജയിക്കത്തില്ല. അങ്ങനെ ജയിക്കാതെ വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് കഴിവില്ല, ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല. അപ്പോൾ 2024 ഇവിടെ വരുമ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അനിയൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഫെയിലായി വീണ്ടും. അപ്പം ഞാൻ ഇവിടെ വരുമ്പം പ്രാർത്ഥിച്ചു, ഒരു ചുമ്മാ ഒന്ന് നിയോഗം എഴുതിയിട്ടേക്കാം, പരീക്ഷയ്ക്ക് പാസ്സാവണം, തോറ്റ പരീക്ഷയാണ് എന്നാലും ഞാൻ എഴുതിയിട്ടു പരീക്ഷയ്ക്ക് പാസ്സാവണം. ഇവിടെ വന്നു, ഞാൻ പോകുമ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു. ഞാൻ അവിടെ ഞങ്ങൾ അന്ന് എഴുതിയൊരു സെൻറ്ററുണ്ട്, ആ സെൻറ്ററിൽ എഴുതിയ എല്ലാ കുട്ടികളുടെയും റിസൾട്ട്സ് അവർ തിരിച്ചയക്കുവാണ്. കാരണം അവിടെ എഴുതി എല്ലാവർക്കും മാർക്ക് കുറവാണ്, അതുകൊണ്ട് അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പേപ്പേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പേപ്പേഴ്സ് സെൻഡ് ചെയ്ത് ഞാൻ തിരിച്ച് ഷ്വൈറ്റ്സിലെത്തുമ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ പാസ്സായിന്ന് എനിക്ക് റിസൾട്ട് കിട്ടി. ഒരിക്കലും നമ്മൾ തന്നെ പൈസ മുടക്കി പരീക്ഷ എഴുതി, പരീക്ഷ നമ്മൾ തന്നെയാണ് റിവാലുവേഷനൊക്കെ സാധാരണ കൊടുത്താലും കിട്ടത്തില്ലല്ലോ. ഇതും ഞാനൊന്നും ചെയ്തില്ല. ഞാനിവിടെ വന്ന് നിയോഗ പേപ്പറിൽ എൻ്റെ ഒരു 6 നിയോഗങ്ങൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു. അതും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ്, നമ്മൾ റെൻറ്റിന് ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മൂവ് ചെയ്യണം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വേറൊരു സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് കുറച്ച് പാടാണ് അപ്പാർട്ട്മെൻറ്റ്സൊക്കെ കിട്ടാൻ. ഈ സമയത്ത് ഞാൻ ട്രെയിനിൽ ജോലിക്ക് പോകും. അപ്പം ഞാൻ വീട് കിട്ടിയാൽ നല്ലതായിരുന്നല്ലോ. അപ്പം ഞാൻ വേഗം ഉടമ്പടി തീർന്നു, ഒരു ഉടമ്പടി അങ്ങ് എടുക്കാം, ഓൺലൈനിൽ ഒരു ഉടമ്പടി അങ്ങ് എടുത്തേക്കാം. അപ്പം ഞാൻ ഹസ്ബൻഡ് ജോലിയില്ല, വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഉടമ്പടി എടുക്കുകയാണ്, ഞാനൊരു വീട് അയച്ചു തരുന്നുണ്ട്, അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു, ഹസ്ബൻഡ് വീടിന് അപ്ലൈ ചെയ്തു. 2 ഡേയ്സിനുള്ളിൽ നമുക്ക് ആ വീട്ടിൽ വിസിറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ വീട് ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പത്രം തന്നിട്ടുണ്ട്. അപ്പം ഞാനത് പത്രം എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട്, അറിയാവുന്നവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദിയോട് കൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം തിരുവചനം. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. മെറീന എന്ന ഈ അമ്മ തൻ്റെ ജീവിത പങ്കാളി അഭിലാഷ്, മക്കൾ അന്റോണിയോ, മത്തായിയോടുകൂടെ വന്ന് വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മ വിദൂരങ്ങളിൽ വെച്ച് തന്നെ അവരോട് സംസാരിക്കുകയും അവർക്ക് മധ്യസ്ഥം ലഭിക്കുകയും നൽകുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്ന മനോഹരമായ സാക്ഷ്യമാണ്. മെറീനയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വലിയ വലിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മെറീന പറയുകയുണ്ടായി, വളരെ പെട്ടെന്നായിരുന്നു അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ഇടപെടുകയും അനുഗ്രഹങ്ങളും സൗഖ്യവും നൽകിയിരുന്നത്.
മകൻ മത്തായിക്കുള്ള ആ സംസാര ശക്തി അവർക്ക് നഷ്ടപ്പെടുന്നു എന്ന് സംശയിക്കുകയും ആകുലപ്പെടുകയും ചെയ്തപ്പോഴായിരുന്നു ഉടമ്പടി തൈലത്തിലൂടെ വളരെ പെട്ടെന്ന് മകന് സംസാരിക്കാനുള്ള ശക്തി തിരിച്ചു കിട്ടിയത്. വളരെയധികം സംസാരിച്ചപ്പോൾ ബേക്കറി ഷോപ്പ് കീപ്പർ തന്നെ പറഞ്ഞു, ഇവൻ എന്തോ മദ്യം കഴിച്ചതുപോലെ സംസാരിക്കുന്നു. അതുപോലെ ഉടമ്പടി തൈലത്തിൻ്റെ ആ ഒരു ശക്തി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയ പ്രാർത്ഥനയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ അവനെ എഫാത്ത എന്ന് ഈശോ സംസാര ശക്തി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് സുവിശേഷങ്ങൾ സംസാരിക്കുന്നുണ്ട്. എവിടെയെല്ലാമാണോ നമ്മുടെ എന്തെല്ലാം അടഞ്ഞുപോയോ, നമ്മുടെ ജീവിത അവസ്ഥകളെല്ലാം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈശോ എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുറന്നു കിട്ടുന്ന ഒരു വലിയ അനുഭവം ഈ മകനുണ്ടായി എന്ന് മകൾ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ആ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി ഒരു അന്യനാട്ടിൽ വെച്ച് ഇവർക്ക് വളരെ പ്രത്യക്ഷമാവുകയുണ്ടായി. ഏകദേശം പകുതിയോളം അവസാനിച്ച ആ അഭിഷേക തൈലം വീണ്ടും അത് ഫില്ലായിക്കൊണ്ട് എൻ്റെ സാമീപ്യം നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നു എന്ന് മെറീനയ്ക്കും കുടുംബത്തിനും അമ്മ വളരെയധികം വാഗ്ദാനം ഉറപ്പിച്ചു കൊടുത്ത ഒരു അനുഭവം അവരേറ്റു പറയുന്നു. അതുപോലെ തന്നെ വലിയ ഒരു അനുഭവമാണ് അവർക്ക് ആഗ്ര ടെസ്റ്റ് രജിസ്ട്രേഷനെ കുറിച്ച് എന്തു ചെയ്യും എന്നുള്ളൊരു ആവലാതിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു സഹോദരൻ അവരെ വന്ന് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ അറിയിപ്പ് അവർക്ക് നൽകുകയും ചെയ്തത്. നിങ്ങൾക്ക് മുൻപേ ദൂതനെ അയക്കുമെന്ന് സുവിശേഷങ്ങളിലൂടെ വചനത്തിലൂടെ നാം വായിച്ചെടുക്കുമ്പോൾ അതൊരു സത്യമാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളിലും നമ്മുടെ ആഗ്രഹങ്ങൾ പോലും നമുക്ക് നൽകുകയും പ്രാപിച്ചു തരികയും ചെയ്യുന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. മെറീന പറയുകയുണ്ടായ ഒരു അന്യനാട്ടിൽ സ്വിറ്റ്സർലൻഡ് എന്നുപോലെയുള്ള കൺട്രിയിൽ ഈശോയെ ഏറ്റുപറയുന്നത് അതൊരു ഔട്ട് ഓഫ് സ്റ്റൈൽ ആയതുകൊണ്ട് ഈ മകൾക്കത് ഏറ്റുപറയാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം ഉയർത്തുന്നു എന്ന് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ അന്യരാജ്യത്ത് ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ ഇസ്രായേൽക്കാർക്കുള്ളൊരു അനുഭവമാണ്. ബാബിലോണിൻ്റെ തീരത്തിരുന്ന് ഇസ്രായേലിനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെ ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയവർ സിയോനിൽ ചില ഗാനങ്ങൾ ആലപിക്കുക എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു എന്നൊക്കെ നമ്മൾ വചനങ്ങളിൽ വായിച്ചെടുക്കുന്നു. നമ്മെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോകുന്നത് വലിയ ഒരു മിഷൻ പ്രവർത്തനമായിട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ നമ്മോട് ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു, മാമോദീസയിലൂടെ നാം മിഷണറിയായി തീരുകയാണെന്നുള്ള ഒരു വലിയ സന്ദേശം അച്ഛൻ നൽകുകയായിരുന്നു. അത് കത്തോലിക്ക സഭ തന്നെ നമ്മെ അനുവദിക്കുന്ന ഒരു വലിയ കാര്യമാണ്. നാം അന്യദേശത്താണെങ്കിൽ ഈശോയെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. മെറീനയ്ക്കും അഭിലാഷിനും അവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ജോസ്മി ജോസഫ്, ഞാൻ ഹരിപ്പാട് പള്ളിപ്പാട് നിന്ന് വരുന്നു. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിംഹാസനപ്പള്ളി ഇടവാംഗമാണ്. പരിസ്ഥിതി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്താനും സാക്ഷ്യം വഹിക്കാനും സാധിച്ചതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. ആദ്യം തന്നെ എനിക്ക് മാപ്പാണ് ചോദിക്കാനുള്ളത് പരിശുദ്ധ അമ്മയോട്. കാരണം ഞാൻ 2019 ഡിസംബറിൽ ഇവിടെ ചേച്ചിയുടെ കൂടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ആദ്യമായാണ് അന്ന് വരുന്നത്. അന്ന് ഉടമ്പടി എടുത്ത് നിയോഗങ്ങളും എഴുതി വെച്ച് പോയി. പിന്നെ ഞാൻ ആ ഉടമ്പടി കളഞ്ഞു. അതിൽ പിന്നീട് എനിക്ക് പശ്ചാത്താപം ഉണ്ടായെങ്കിലും അത് മറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് ഇവിടെ വന്ന് മാപ്പ് ചോദിക്കാതെ എനിക്കൊരു മനസ്സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ മാപ്പ് ചോദിക്കുന്നത്. ഞാനൊരു നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. ഫെബ്രുവരി 2024 ഞാൻ എൻ്റെ കുവൈറ്റിലെ നേഴ്സിംഗ് ജോലി റിസൈൻ ചെയ്ത് ന്യൂസിലൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി അവിടുത്തെ ക്യാപ് കോഴ്സ് കോമ്പിറ്റൻ്റ് അസസ്മെൻറ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ന്യൂസിലൻഡിന് പോയി. ജൂലൈയിൽ അത് അറ്റൻഡ് ചെയ്തു. അവിടുത്തെ രജിസ്ട്രേഷനായി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും എടുത്തു. അവിടുത്തെ ഗവൺമെൻറ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ജൂലൈ മുതൽ ഡിസംബർ വരെ ഞാൻ 2 മെയിലുകളിലായി ദിവസം തോറും 100 കണക്കിന് ആപ്ലിക്കേഷൻസ് ഇട്ടു. എനിക്ക് ഒരു ആപ്ലിക്കേഷൻ പോലും ഇൻ്റർവ്യൂ പോലും കിട്ടിയില്ല.
ഇതിനിടയ്ക്ക് 2 ഇൻ്റർവ്യൂ കിട്ടി. അവിടെ എനിക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയി കോഴ്സ് ചെയ്തത് കാരണം, ഉള്ള ജോലിയും കളഞ്ഞു പോയത് കാരണം എനിക്ക് ഒരു ജോലി ഇല്ലാതെ നാട്ടിൽ വരിക എന്നുള്ളത് ഭയങ്കര വിഷമമായിരുന്നു. ആൾക്കാരുടെ മുഖത്ത് നോക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു മെരിറ്റായിരുന്നു. ഞാൻ എൻ്റെ മെരിറ്റായിട്ടാണ് കണ്ടത്. എങ്ങനെയും എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ എൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ എൻ്റെ ഒരു കഴിവ്, ഇതെല്ലാം എൻ്റെ മെരിറ്റായിട്ട് കണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ കോൺഫിഡൻസിലാണ് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് 2 ഇൻ്റർവ്യൂസ് കിട്ടി. ഒരെണ്ണം ന്യൂസിലൻഡ്, ഒരെണ്ണം ഓസ്ട്രേലിയ. അപ്പം ഇതിൽ എൻ്റെ ഓർമ്മയിൽ 2ലും ഞാൻ ആകെ 15 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ എല്ലാം വിപരീതമായി. എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റി. എനിക്ക് 2 എണ്ണത്തിലും ഞാൻ നല്ലതായിട്ട് പൊട്ടി. അതോടെ എൻ്റെ കോൺഫിഡൻസ് 0 ആയി, മെറിറ്റും തീർന്നു. പിന്നെ ഇതിനിടയ്ക്കൊക്കെ എനിക്ക് ഉടമ്പടി എടുക്കാനൊരു തോന്നൽ മനസ്സിലുണ്ടെങ്കിലും ഞാൻ എടുത്തില്ല. പഴയൊരു ഉടമ്പടി ഫെയിലായിപ്പോയി. എല്ലാം ഞാൻ കളഞ്ഞതിൻ്റെ ഒരു പേടിയും മടിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പ്രയർ കൊണ്ട് മാത്രം നമുക്ക് ഈ ജോലി കിട്ടും, എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാതെ പോവുമായിരുന്നു. അങ്ങനെ ഈ മെറിറ്റ് പോയപ്പോഴാണ് ഞാൻ പിന്നെയും ഉടമ്പടിയിലോട്ട് ശ്രദ്ധിച്ചത്. അങ്ങനെ ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യം കേട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ആ പേടിയും മടിയും മാറി. അങ്ങനെ മാറി ഞാൻ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി അങ്ങ് എടുത്തു. അത് ഡിസംബർ 10 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. 2025 ഡിസംബർ 10 എടുത്തു. 6 മാസത്തോളം ഞാൻ ജോബ് ആപ്ലിക്കേഷൻസ് ഇട്ടിട്ട് ഒന്നും കിട്ടാതിരുന്നത്. ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഡിസംബറിലെടുത്ത് ഫെബ്രുവരി 6 എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. അത്രയും നാളും ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന അന്ന്, അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ മാതാവ് എൻ്റെ റൂമിലേക്ക് വന്നു. ഒരു ഉടമ്പടി എടുത്തൊരു കുട്ടിയുടെ രൂപത്തിൽ. അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനായിരുന്നു. എൻ്റെ ഷെയറിങ് അക്കോമഡേഷനായിട്ട് വന്നു. അവൾ വന്നത് ഉടമ്പടി എടുത്തിട്ടാണ്. അവളുടെ കയ്യിൽ മാതാവിൻ്റെ രൂപം, തിരി, പ്രയർ ബുക്ക്, ഉപ്പ്, തൈലം എല്ലാം ഉണ്ടായിരുന്നു. ഇവൾ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടിയിൽ ശ്രദ്ധിച്ചു, ഉടമ്പടിയിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ പത്രങ്ങളും കൊടുക്കാൻ തുടങ്ങി. പതുക്കെ ദിവസം തോറും 1000, 100 കണക്കിന് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്ന ഞാൻ അത് കുറച്ച് പത്രപ്രവർത്തനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെയാണ് എനിക്ക് ഫെബ്രുവരി 6 ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളായി കിട്ടിയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഉടമ്പടി, ഉപ്പും വിശുദ്ധ തൈലവും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ മെറിറ്റിൽ ആശ്രയിക്കാതെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്തിൽ മാത്രം ആശ്രയിച്ച് അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാനത് സക്സസ്ഫുള്ളായി. എനിക്കത് കിട്ടി. ഞാൻ നാട്ടിലോട്ട് പോന്നു. നാട്ടിൽ വന്ന ഉടനെ ഏപ്രിൽ 25, 2025 ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തു. ഞാൻ വിചാരിച്ചു പിന്നെ വിസ പ്രോസസ്സിംഗ് അല്ലേ ഉള്ളൂ, പെട്ടെന്നെല്ലാം നടക്കുമെന്ന്. പക്ഷേ വിസ പ്രോസസ്സിങ്ങിലായിരുന്നു എൻ്റെ ലാഗ് മുഴുവൻ. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ ഈ വിസ പ്രോസസ്സിംഗ് ലാഗ് മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു എന്ന്. കാരണം ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വിസ പ്രോസസ്സിംഗ് നടക്കുമല്ലോ എന്ന് കരുതി ഞാൻ കുറച്ചൊരു ഉടമ്പടി ഉഴപ്പുന്ന പോലെയായി. കറക്റ്റ് സമയത്തിനൊന്നും പ്രാർത്ഥിക്കാതെയായി. പിന്നീട് ഇവിടെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കലിന് വന്നപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനം, ഡെയിലി ബ്രെഡ് ഇതൊക്കെ എന്നും കേൾക്കും. പക്ഷേ അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ അച്ഛൻ പറഞ്ഞനുസരിച്ച് മാതാവിനോട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അന്ന് മുതൽ ഉടമ്പടി കത്താൻ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ജൂലൈയിൽ കഴിഞ്ഞു. ഓഗസ്റ്റിൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിസ നോമിനേഷൻ അപ്രൂവൽ കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ മൈഗ്രേഷൻ ലോയറിൻ്റെ ഒരു പ്രോബ്ലമായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ ഒക്ടോബറായിരുന്നു. ആദ്യം ഞാൻ ഒക്ടോബറിൽ അഖണ്ഡ ജപമാല റാലിക്ക് വന്നുകൂടി. അത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ സെക്കൻഡ് ഉടമ്പടി പുതുക്കി. ഇത് രണ്ടും കഴിഞ്ഞതോടുകൂടി എൻ്റെ അടുത്ത സ്റ്റേജ്, ഏറ്റവും വലിയ സ്റ്റേജ് കംപ്ലീറ്റ് ആയി. എൻ്റെ പഴയ മൈഗ്രേഷൻ ലോയർ മാറി, പുതിയൊരാൾ വന്നു. ആ പുതിയൊരാൾ ഉടനെ തന്നെ എൻ്റെ വിസ ലോഡ്ജ് ചെയ്തു. എൻ്റെ മെഡിക്കലും കഴിഞ്ഞു. ഇത് രണ്ടും ഒക്ടോബറിൽ റാലിയും പുതുക്കലും കഴിഞ്ഞ് നവംബറിൽ തന്നെ വിസയും ലോഡ്ജായി, മെഡിക്കലും കഴിഞ്ഞു.
ഈ മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ ഒരു വിസ ഗ്രാൻഡ് ലെറ്ററിന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പായിരുന്നു. പക്ഷേ ഈ കാത്തിരിപ്പ് അവർ പറഞ്ഞത് 3 to 5 months ആണ് എന്നോട് പറഞ്ഞത്. ഞാനപ്പം എന്തായാലും ലാഗായി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ നോക്കിയിരിക്കുക. പക്ഷേ ഇതിനുള്ളിൽ ഇത്രയും നാളും ജോലി ഇല്ലാതിരുന്നതിൻ്റെ മാനസികമായ കുറേ വിഷമങ്ങളും പലരുടെയും അഭിപ്രായങ്ങളും ഒക്കെ കേട്ട് ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നു. അപ്പോഴൊക്കെ എന്നെ കരകയറ്റിയത് ജോസഫ് അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡുമാണ്. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമുക്ക് സഹനങ്ങൾ വരുന്നത് ദൈവമഹത്വത്തിനായിട്ടാണ്, ദൈവം അനുവദിച്ചു തരുന്നതാണ്. അങ്ങനെയൊരു ചിന്ത, അങ്ങനെയൊരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിസേനെക്കുറിച്ച് ഓർക്കാതെയായി. ആകെ മാതാവിൻ്റെ അടുത്ത് പോയി മാത്രം വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയിൽ കരയും. അങ്ങനെ ഞാൻ സഹനങ്ങളെല്ലാം കുരിശിനോട് സമർപ്പിച്ചു. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവം അനുവദിച്ചു തരുന്നതുമാണെന്ന് മനസ്സിൽ കരുതി അങ്ങനെ ഇരുന്ന് ജനുവരിയിൽ എൻ്റെ തേർഡ് പുതുക്കൽ ജനുവരി 28 കഴിഞ്ഞു. ഇതിപ്പോൾ ഫെബ്രുവരി ആയി. ഇന്നിപ്പം ഞാൻ എൻ്റെ വിസ ഗ്രാൻഡ് ലെറ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് നേടിത്തന്നത് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ്. 1000 നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി രണ്ടാമത് എനിക്ക് എൻ്റെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ സാക്ഷ്യമാണ്. ഞാൻ ഫസ്റ്റ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഫെയിലായതാണ്. ഫെയിലായി കഴിഞ്ഞ് ഒന്നാമത് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒന്നും അറിയില്ല. അതിൻ്റെ കൂടെ ഫെയിലായും കൂടി ചെയ്തതോടുകൂടി എനിക്ക് ഭയങ്കര പേടിയും ഭയവുമായി. അപ്പോൾ ഞാൻ പിന്നീട് ഡേറ്റ് എടുത്തെങ്കിലും പോകാൻ പേടിയായിരുന്നു. പക്ഷേ ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രയോഗിച്ച് ആണ് പോയത്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി. അത് ഒരു അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരനും അനുഗ്രഹിച്ച് തന്നതാണ്, അല്ലാണ്ട് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആത്മീയമായി കിട്ടിയ ചില അനുഗ്രഹങ്ങളാണ്. ഞാൻ കുർബാനകളും കുമ്പസാരങ്ങളും ഒക്കെ പല വഴിക്ക് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥനകളും ഒക്കെ മുടക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് പേഴ്സണൽ പ്രെയർ മാത്രം നല്ലപോലെ ചെയ്യും. പക്ഷേ പള്ളിയിൽ പോവുക, കുമ്പസരിക്കുക, ഇവിടെ എവിടെയെങ്കിലും പോയി ധ്യാനം കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ പോകുന്ന എന്തിനാ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, വീട്ടിലിരുന്നാലും നമുക്ക് പാപം ഏറ്റു പറയാം, ദൈവം കേട്ടോളും, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു ഒഴിവുകഴിവായിരുന്നെന്നോ പിന്നീട് എനിക്ക് മനസ്സിലായി. സന്ധ്യാപ്രാർത്ഥനകളും കുർബാനകളും എല്ലാം പല പല ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും വേണ്ടി നീക്കി വയ്ക്കും, അത് സ്കിപ്പ് ചെയ്യും, എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടന്നിരുന്ന ഞാൻ ഈ ഉടമ്പടി ആദ്യം ഞാൻ ഉടമ്പടിയിലോട്ട് വരുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അത് കഴിഞ്ഞ് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് പതുക്കെ എൻ്റെ മൈൻഡ് ചേഞ്ച് ആയി തുടങ്ങിയത്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഞാൻ എല്ലാ ഞായറാഴ്ചയും, ഞാനൊരു ഓർത്തഡോക്സ് ആണ്, അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസങ്ങളിലും കുർബാനയില്ല. പക്ഷേ എല്ലാ ഞായറാഴ്ചയും ഉണ്ട്, അതൊരിക്കലും മുടക്കാറില്ല. കുമ്പസാരം നമുക്ക് എവരി 2 വീക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ കൃപാസനം വരുമ്പോൾ ഇവിടെ മിഷൻ സെൻറ്ററിലാണ് കുമ്പസരിക്കുന്നത്. അത് എല്ലാ മാസവും തുടർന്നുകൊണ്ട് പോകുന്നു. പിന്നെ സന്ധ്യാപ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ, ബൈബിൾ വായന. പണ്ടൊക്കെ ബൈബിൾ വായന ഏറ്റവും ചെറിയ ഭാഗം മാത്രം എടുത്ത് വായിച്ചിട്ട് കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ 30 മിനിറ്റ്സിൽ കൂടുതൽ വായിക്കുന്നു. പേഴ്സണൽ പ്രെയറും അതിൻ്റെ കൂടെയുണ്ട്. ജപമാല, ഞാനൊരു RCയിലാണ് ജനിച്ചതെങ്കിലും ഓർത്തഡോക്സിലോടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ ജപമാല ചൊല്ലൽ ഞാൻ പണ്ടേ നിർത്തിയായിരുന്നു, മാതാവിനെ കൈവിട്ടായിരുന്നു. പക്ഷേ ഉടമ്പടി വഴി മാതാവ് എൻ്റെ കൈ പിടിച്ചപ്പോഴത്തേക്കും ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. ഇപ്പം ദിവസം ഒരു 3-ൽ കൂടുതൽ ജപമാല ചൊല്ലും. ഇനിയും ഇത് കൂട്ടണം എന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മാതാവ് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഭൗതികമായ കിട്ടിയ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആത്മീയമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് തിരിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു റോസാപ്പൂവായിട്ടും പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിലുമൊക്കെ കിട്ടി. ഇത് കുറേ നാളുകൾ കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് സഹനങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോഴാണ്
ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നത് പോലെ എനിക്ക് തോന്നും. ഒന്നും സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്കും വരാറില്ല, പക്ഷേ സഹനങ്ങൾ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് തിരിയിൽ കാണുന്നുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആദ്യം ആരംഭിച്ചത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ എൻ്റെ കൂടെ ഒരു ഉടമ്പടി എടുത്ത കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസംബർ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് മുതൽ മാർച്ചിൽ ഞാൻ അവിടുന്ന് പോരുന്നിടം വരെ എല്ലാ വീക്കും ആകെ ഒരു ഇംഗ്ലീഷ് പത്രം ഉണ്ടായിരുന്നു. അത് കോപ്പി എടുത്തെടുത്ത് എല്ലാ ആഴ്ചയിലും അവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുമായിരുന്നു. പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ടോട്ടൽ 250 പത്രം ഞങ്ങൾ എണ്ണി നോക്കി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പ്രേക്ഷിത പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചൊരു ഉഴപ്പായിരുന്നു. ആദ്യം ഇവിടെ നമ്മുടെ നാട്ടിൽ വെളിയിലോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. പിന്നെയാണ് ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോൾ ഫസ്റ്റ് ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഹരിപ്പാട് ടൗൺ, എല്ലാ പോക്കറ്റ് റോഡുകളും പള്ളിപ്പാട് അവിടെയുള്ള എല്ലാം കിലോമീറ്ററോളം നടന്ന് തന്നെ ഞാൻ തന്നെയാണ് പോയി കൊടുക്കുന്നത്. വെയിലും മഴയൊന്നും നോക്കാറില്ല. അതുപോലെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ വിശേഷവിധിയായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നപ്പോഴാണ് പത്രം കൊടുക്കുന്ന വഴിക്ക് വഴി സൈഡിലൊരു തട്ടുകട ഇട്ടിരിക്കുന്ന ഒരു ഫാമിലിയെ കണ്ടത്. അവിടുത്തെ ചേട്ടന് ക്യാൻസറാണ്. അപ്പം ഞാൻ അവരെ സഹായിക്കാമല്ലോ എന്ന് വെച്ച് ഉടമ്പടി പത്രവും കാശ് രൂപവും ഒരു ചെറിയ പൊതി ഉപ്പും പിന്നെ ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിശ്വാസ പ്രമാണം ഞാൻ എഴുതി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എഴുതി കൊടുത്തു. അപ്പം അത് മാതാവ് എനിക്ക് അവരെ സഹായിക്കാൻ വേണ്ടി കാണിച്ചു തന്നതായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിരുന്നു. അതെന്ത് ചെയ്യുന്ന എനിക്കിവിടെ ഇടാൻ പറ്റിയില്ല. അപ്പം ആ പൈസ ഞാൻ അവർക്ക് കൊടുത്തു. അന്ന് മുതൽ എല്ലാ മാസവും ഞാൻ അവരെ എല്ലാ മാസവും പോയി ഇപ്പോൾ എനിക്ക് ജോലിയില്ല, എൻ്റെ ഒരു ചെറിയ തുക സഹായിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ സാറ്റർഡേയ്സിലും ഒരു 7-8 പൊതി ചോറ് ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പണ്ടൊക്കെ നമ്മുടെ ആരെങ്കിലും പറഞ്ഞെന്നാലേ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുകയുള്ളായിരുന്നു. എത്രയാണെന്നൊക്കെ നോക്കി കുറച്ച് പൈസയൊക്കെ എടുത്തേ കൊടുക്കുകയുള്ളായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്നു, പൈസയൊന്നും നോക്കാറില്ല, ഇല്ലെങ്കിലും കൊടുക്കുന്നു. അങ്ങനെയാണിപ്പോൾ ചെയ്യുന്നത്. പിന്നെ കുമ്പസാരവും കുർബാനയും എല്ലാം ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചെയ്യുന്നു. എവിടെ പോയെന്നാലും തൈലം തൂക്കാതെ നമ്മൾ വെളിയിൽ ഇറങ്ങത്തില്ല. എന്ത് അസുഖം ഉണ്ടെങ്കിലും തൈലം തൂത്താണ് ഇപ്പോൾ എല്ലാം മാറ്റുന്നത്. അതൊരു ശക്തിയും ബലവുമാണ്. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന, ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ നിർത്തുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ജോസഫ് എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. ഞാൻ എപ്പോഴും പിന്നിലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ തന്നെ എൻ്റെ കൈപിടിച്ച് ഉടമ്പടിയിലൂടെ ഈശോയുടെ മുന്നിൽ നിർത്താൻ മാത്രം എനിക്ക് യോഗ്യത നൽകി എന്നാണ് ഈ മകൾ ഏറ്റുപറയുന്നത്. മെറിറ്റിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു തട്ടുത്തരം എന്ന പോലെ ജീവിച്ചിരുന്ന ഈ മകളെ പരിശുദ്ധ അമ്മ എത്രമാത്രം ഈശോയിലേക്ക് അടുപ്പിച്ചുവെന്നാണ് നാം ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മെറിറ്റിൽ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഠനകാര്യത്തിലായാലും ഞാൻ പഠിച്ചാൽ എനിക്ക് അത് നേടിയെടുക്കാവുന്നതേയുള്ളൂ. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. മനസ്സിൽ പാപമോചനം ആഗ്രഹിച്ചാലും എൻ്റെ കുമ്പസാരം നടക്കും. ഇങ്ങനെയെല്ലാം എപ്പോഴും എൻ്റെ കഴിവിൽ എനിക്ക് അതെല്ലാം സാധ്യമാണ്. എനിക്ക് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴാണ് ജോസ്മിക്ക് മനസ്സിലായത്, ഇനി എൻ്റെ കഴിവിൽ ആശ്രയിക്കാൻ സാധ്യമല്ല, കഴിവിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വളരെ കൃത്യമായി
നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിശേഷവിധിയായി ചെയ്യാനുമൊക്കെയുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിബന്ധനകളെല്ലാം വളരെ കൃത്യമായി പാലിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മകൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു കാലത്തിൻ്റെ പ്രബോധനമാണ്. അച്ഛനിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി ലഭിക്കുന്നത് ഈശോയെ സ്നേഹിക്കുവാൻ മാത്രം ഞാൻ എന്തെല്ലാം ചെയ്താലും അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു വലിയ വിശ്വാസദാർഢ്യം ഈ മകൾക്ക് ഉടമ്പടിയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന ഒരു വലിയ പ്രോസസ്സിലൂടെ മകൾ കടന്നു പോകുമ്പോൾ വിസ ലഭിക്കുവാനും അതുപോലെ തന്നെ മകളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാനുമൊക്കെ എപ്പോഴെല്ലാമാണ് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചത് അപ്പോഴെല്ലാം നേർച്ച വസ്തുക്കളുടെ എല്ലാം ഉപയോഗം കൃത്യമായി പാലിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും ജപമാല കയ്യിലൊരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകൾക്ക് ഈശോയിലേക്ക് അടുക്കുവാൻ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്ന കൂടെ സഞ്ചരിച്ച ഒരു നല്ല സാക്ഷ്യമാണിത്. നമുക്ക് ഓർമ്മിച്ചെടുക്കേണ്ടത് നമ്മുടെ മെറിറ്റിൽ ആശ്രയിക്കുന്നവർക്ക് മെറിറ്റ് ഒരു 0 ആകുമ്പോൾ കൃപ ലഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൾക്ക് വളരെ പെട്ടെന്നാണ് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുന്നത്. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒട്ടും തന്നെ ഒരിക്കലും ചെറുതല്ല. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക, വലിയതാണ് ഈ മകൾക്ക് നൽകിയിരിക്കുന്നത്. മകൾ പറയുകയുണ്ടായി, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പോയപ്പോൾ എൻ്റെ മുറിയിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു നേർച്ച വസ്തുക്കളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ തീർത്ഥാടക ഉടമ്പടി എടുത്ത മകൾ പ്രാർത്ഥന പുസ്തകവും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവുമായി എല്ലാം കടന്നു വന്ന് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി ഈ മകളെ അനുഗ്രഹിക്കുകയുണ്ടായി. നമുക്ക് പ്രാർത്ഥനയിൽ എപ്പോഴും ഉറച്ചു നിൽക്കാം. ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കരുത്. ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഇതെൻ്റെ ഒരു പക്ഷേ എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കിനി കുറച്ച് സമയത്തേക്കൊരു ബ്രേക്ക് എടുക്കാം എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. ഒരമ്മ ഒരിക്കലും ബ്രേക്ക് എടുക്കുന്നില്ല. അമ്മയ്ക്കൊരിക്കലും റിട്ടയർമെൻ്റ് ഇല്ലാത്തതുപോലെ പരിശുദ്ധ അമ്മ ഒരിക്കലും റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നില്ല. പരിശുദ്ധ അമ്മ ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല. ഈശോയുടെ പദ്ധതികൾ എപ്പോഴും നിറവേറുന്നതിന് വേണ്ടി പ്രവർത്തന നിരതിയാണ്. അമ്മ വേഗത്തിലാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളുടെയും ആരൊക്കെയാണോ ജോലിക്ക് വേണ്ടി, വിസയ്ക്ക് വേണ്ടി, വിവാഹ പ്രായം കഴിഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി, എന്തെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി കരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് വഴിയൊരുക്കി തന്ന ഈശോയ്ക്കും മാതാവിനും ഹൃദയം നിറഞ്ഞ 1000 നന്ദി. എൻ്റെ പേര് അസിൻ. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കൂടെയാണ്. ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. അച്ഛൻ്റെ പേര് സനീഷ്, അമ്മയുടെ പേര് സെമീത. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അമ്മയുടെ കൂടെ ഞാൻ 10th പഠിക്കുമ്പോഴാണ്. അമ്മ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അമ്മ വഴിയാണ് എനിക്ക് മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും കൂടുതൽ അറിയാൻ സാധിച്ചത്. +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജർമ്മനിയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എക്സാം പാസ്സാവാനായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കൊൽക്കട്ടയിൽ വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ പാസ്സാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ ഫെയിലായി. അങ്ങനെ എനിക്കത് മെൻ്റലി ഭയങ്കര ഞാൻ ഡൗൺ ആയിപ്പോയി. അപ്പോഴാണ് അമ്മ പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ ആ മാസം തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ എനിക്ക് 3 മൊഡ്യൂളിന് സീറ്റ് കിട്ടി. ലിസണിങ്, ഹിയറിങ്, പിന്നെ റൈറ്റിങ്ങിനാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. എക്സാം അറ്റൻഡ് ചെയ്യാൻ സമയത്ത് എനിക്ക് കൊൽക്കട്ടയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉള്ള കാരണം എനിക്ക് പഠിക്കാൻ ഒട്ടും സാധിച്ചില്ല. ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് പഠിക്കാൻ. ഞാൻ എന്നിട്ട് എക്സാമിന് കയറി ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ ഹോൾ ടിക്കറ്റിൽ പുരട്ടി ഉപ്പും വിതറിയിട്ടിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. എക്സാം ഹാർഡായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സായി. ഇവിടെ മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇവിടെ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ സ്പീക്കിങ്ങിന് എക്സാമിന് സീറ്റ് കിട്ടി. സ്പീക്കിംഗ് എനിക്ക് പൊതുവെ വളരെ ഹാർഡായിട്ടുള്ളൊരു എക്സാമാണ്. എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ല അങ്ങനെ നിന്ന് സംസാരിക്കാൻ. ഞാൻ ഫെയിലാവുമെന്ന് ഉറപ്പിച്ചിട്ട് പോയ എക്സാമായിരുന്നു അത്. ഞാൻ എക്സാമിൽ കയറി, എനിക്ക് സ്പീക്കിംഗ് എക്സാം ലാസ്റ്റത്തെ എക്സാം ആയതുകൊണ്ട് ഒരുപാട് സമയം എനിക്കുണ്ടായിരുന്നു. എനിക്ക് അവിടെ റിവൈസ് ചെയ്യാൻ കുറേ സമയം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരും അവിടെ നിന്ന് റിവൈസ് ചെയ്യായിരുന്നു, പക്ഷേ എനിക്ക് അതൊന്നും നോക്കാൻ തോന്നിയില്ല. ഞാൻ അവിടെ ഇരുന്ന് വചനങ്ങൾ വായിച്ചു, മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു.
ഞാൻ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ ഈ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും, ഇങ്ങനെ ഓരോ കളറ് വഴിയും പിന്നെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലായിട്ടൊക്കെ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന്. ഞാൻ വീണ്ടും ഉപ്പെല്ലാം വിതറി തൈലം പുരട്ടി ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എൻ്റെ ഇൻവിജിലേറ്റേഴ്സ് 2 ജർമ്മൻസ് ആയിരുന്നു. അതിൽ ഒരാളുടെ ഡ്രസ്സ് ഡാർക്ക് ബ്ലൂ കളറും ഒരാളുടെ ഗ്രീൻ കളറും ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് വളരെ ഈസി ആയിരുന്നു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ഇവിടെ എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും ഞാൻ പാസ്സാവത്തില്ലാത്ത എക്സാമാണ് സ്പീക്കിംഗ്. ഇവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. മാതാവിനോട് ഹൃദയം നിറഞ്ഞൊരായിരം നന്ദി. അത് കഴിഞ്ഞ് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പാസ്സായ കുട്ടികൾക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂ കിട്ടി. എനിക്കും എൻ്റെ കൂടെ വേറൊരു കുട്ടിക്ക് മാത്രം ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കും എൻ്റെ കൂടെയുള്ള കുട്ടിക്കും ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് കോൺട്രാക്റ്റ് തരാമെന്ന്. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒന്നുമില്ലാതെ തന്നെ ഡയറക്റ്റ് മാതാവ് ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് തന്നു. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇന്നലെ എൻ്റെ വിസ അപ്രൂവ് ആയി വന്നു. ഈ മാസം 27-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഈശോയോടും മാതാവിനോടും ഹൃദയം നിറഞ്ഞൊരായിരം നന്ദി. എൻ്റെ അടുത്ത സാക്ഷ്യം രോഗസൗഖ്യത്തിനെക്കുറിച്ചാണ്. കൊൽക്കട്ടയിൽ എക്സാം എഴുതി ഞാൻ തിരിച്ച് ട്രെയിനിനാണ് വന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ച് എനിക്ക് ഫുഡ് പോയ്സൺ ആയിരുന്നു. പിന്നെ അതങ്ങനെ ടൈഫോയിഡായി. പിന്നെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ബോഡിയിൽ ഒരു സിസ്റ്റ് കണ്ടു. പിന്നെ പാൻക്രിയയ്ക്കും കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു മെഡിസിനും ഞാൻ എടുത്തില്ല. എൻ്റെ മെഡിസിൻ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ആയിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ചു, തൈലം പുരട്ടി തേൻ കുടിച്ചു. 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ബോഡിയിൽ അങ്ങനൊരു സിസ്റ്റ് കണ്ടില്ല. എൻ്റെ പാൻക്രിയം നോർമലായി. ഈശോയ്ക്കും മാതാവിനും ഹൃദയം നിറഞ്ഞൊരായിരം നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങൾ പത്രം കൊടുത്തു. പള്ളിയിലും എനിക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും പത്രം വിതരണം ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു. ഈശോയോടും മാതാവിനെ പറ്റി ഞാൻ അവരോടെല്ലാം പറഞ്ഞു. കൃപാസനത്തെ പറ്റി പറഞ്ഞു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലൊരാളിപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മാതാവിനോടും ഈശോയ്ക്കും ഒരായിരം നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾക്കൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ രോഗികൾക്ക് പൈസ കൊടുക്കാൻ ഇല്ലാത്തവർക്ക് ഞങ്ങൾ മെഡിസിൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കഴിയുന്ന വിധം ഡൊണേഷൻ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു ട്രസ്റ്റ് ഉണ്ട്, അവിടെ ഡൊണേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ഫുഡ് പറ്റുന്ന രീതിയിൽ ഫുഡ് ഹോസ്പിറ്റലിലേക്ക് രോഗികൾക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി. എൻ്റെ പേര് സെമീത. ഞങ്ങളുടെ കുടുംബത്തിന് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ ഞങ്ങളെ വഴിയൊരുക്കുന്നതിന് ഒരായിരം നന്ദി. ഇനിയും അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നയിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. സങ്കീർത്തനം 145 16-ാം വചനമാണ്. ദൈവത്തിൻ്റെ കൈ തുറന്നു കൊടുക്കുന്ന ഒരു കൈയാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയാവുന്ന ദൈവം തക്ക സമയത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളും നിറവേറ്റുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ പരിപാലനയുടെ സ്നേഹത്തിൻ്റെ ഒരു വചനമാണ് അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു എന്ന വചനം. അമ്മയിൽ കൂടിയാണ് കൃപാസനം അമ്മയെപ്പറ്റി അറിയുകയും ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുകയും ചെയ്തത്. കൽക്കട്ടയിൽ ജർമ്മൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഫെയിലായിപ്പോയി. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ലിസണിങ് ഹിയറിങ് കിട്ടാത്തതുകൊണ്ട് മോളെ പോയി ഉടമ്പടി എടുക്കുന്ന. അങ്ങനെ മകൾ ഉടമ്പടി എടുത്തു. അങ്ങനെ ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി എടുത്ത ഉടനടി പരിഹാരം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഉടമ്പടി എടുത്ത ഉടൻ ഫെബ്രുവരി 20-ാം തീയതി ഈ മോൾക്ക് 3 മൊഡ്യൂൾ കിട്ടുകയും ചെയ്തു. ലിസണിങ് ഹിയറിങ് ആൻഡ് റൈറ്റിംഗ്. അത് ഈ മകൾ പറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഞാനിതിനു മുമ്പ് ശ്രമിച്ചു, പക്ഷെങ്കിൽ ഉടമ്പടി എടുത്ത ഉടൻ എനിക്കത് പറ്റുമെങ്കിൽ ഇത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, ടൈം ഷോർട്ടനിങ് അമ്മയാണ് ഇതിൽ ഇടപെട്ടതെന്നാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഇവിടുത്തെ സാക്ഷ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. പിന്നീട് 1-ാം പുതുക്കലിന് 1 പുതുക്കി കഴിഞ്ഞപ്പോൾ സ്പീക്കിങ്ങും കിട്ടി. അതും വളരെ ഹാർഡായിരുന്നു, ബുദ്ധിമുട്ടിയായിരുന്നു.
അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു അടയാളമാണ് ചോദിച്ചത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് പോയപ്പോഴും ഇൻവിജിലേറ്റേഴ്സ് 2 ജർമ്മൻസ് ആയിരുന്നു. പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അമ്മയുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കി തരണമെന്ന്. അങ്ങനെയാണ് ഡാർക്ക് ബ്ലൂവിലും ലൈറ്റ് ഗ്രീൻ ഡ്രസ്സ് എടുത്ത 2 ഇൻവിജിലേറ്ററെ കണ്ടപ്പോൾ ഈ മകൾക്ക് അമ്മയുടെ സാന്നിധ്യം മനസ്സിലായി, അമ്മയുടെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. അങ്ങനെ ആ സ്പീക്കിങ്ങും കിട്ടി. പിന്നീട് 2ാം പുതുക്കലിലാണ് പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോൾ എല്ലാ കൂട്ടുകാരും ഇൻ്റർവ്യൂവിന് മറ്റെല്ലാ കൂട്ടുകാരും പോയായിരുന്നു. ഇൻ്റർവ്യൂ ഇല്ലാതെ ഈ മക്കൾക്ക് ഇൻഡയറക്റ്റ് കോൺട്രാക്റ്റാണ് കൊടുത്തത്. മറ്റുള്ളവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഈ മകൾക്ക് വീണ്ടും സഹായിക്കുകയായിരുന്നു. ഇൻ്റർവ്യൂ ഇല്ലാതെ ഒരു കോൺട്രാക്റ്റ്, അതും ഈശോയുടെ അമ്മയുടെയും ഒരു വലിയൊരു ഇടപെടലാണ്. പിന്നീട് ആ മകൾക്ക് വിസയും കിട്ടി. 27-ാം തീയതിയാണ് ജർമ്മനിക്ക് പോകുന്നത്. പരിശുദ്ധ അമ്മ എല്ലാം അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി കൊടുക്കുന്ന അമ്മയാണ്, സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഇവിടെ കാര്യത്തിൽ ഓരോ കാര്യത്തിലും ഈശോയും അമ്മയും ഉടമ്പടി വന്നതിൽ പിന്നെ ഉടമ്പടി ജീവിക്കുന്ന കുടുംബമാണ്. അവരുടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് പൂർത്തീകരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമായിരുന്നു. വൈൽ റിട്ടേണിങ് ഫ്രം കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു പോന്നപ്പോഴാണ് ട്രെയിനിൽ വെച്ച് രോഗം വരികയും പിന്നീട് അതൊരു സിസ്റ്റാണെന്നും പിന്നെ പാൻക്രിയാറ്റിൻ്റെ അസുഖമുണ്ടെന്നും മനസ്സിലാക്കിയപ്പോൾ ഈ മകള് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഉപയോഗിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നീട് ടെസ്റ്റിന് പോയപ്പോൾ ആ സിസ്റ്റിൻ്റെ രോഗത്തിൻ്റെ ഒരു കാര്യങ്ങളും കാണുവാൻ സാധിച്ചില്ല. അത് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി ഈശോയും അമ്മയും ഈ മകളെ സഹായിച്ചു. ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് എല്ലാം നടത്തുന്നതായിട്ടാണ്, എല്ലാം കൈ തുറന്ന് കൊടുക്കുന്നതായിട്ടാണ്, അവരുടെ സംതൃപ്തിക്കനുസരിച്ച് അവരെ തൃപ്തരാക്കി വിടുന്നതായിട്ടാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ തുറന്ന കൈകളും നമുക്ക് മനസ്സിലാക്കട്ടെ എന്ന് സാധിക്കാം. ഈ മകൾ പറഞ്ഞ പോലെ മെഡിക്കൽ ഷോപ്പാണ് ഇവർക്കുള്ളത്. അവിടെ പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ അവരെ സഹായിക്കും, രോഗികൾക്ക് മരുന്ന് കൊടുത്ത് സഹായിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനവും വളരെ ശക്തമായിട്ട് തീഷ്ണതയോടുകൂടി തന്നെയാണ് ഇവർ ചെയ്തത്. നമുക്കും അമ്മയുടെ കരുണയുള്ള ഇടപെടലും നമുക്കും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും അറിഞ്ഞ് തൻ്റെ കൈ തുറന്ന് നമ്മെയും തൃപ്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെക്കുറിച്ച് ഭയമില്ലാതെ ഓരോ ദിവസവും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, നമ്മുടെ മനസ്സുകൾ നിറയ്ക്കുന്നു. കുറവുകൾ നോക്കാതെ ദൈവത്തിൻ്റെ സമൃദ്ധികൾ നോക്കി നമുക്കും മുന്നോട്ട് പോകാം. കരുണയും കരുതലും കാണുന്ന ദൈവമാണ്. കരുണയുള്ള പിതാവിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കൈ ഒരിക്കലും അടഞ്ഞിട്ടില്ല. നമ്മുടെ വിശ്വാസം തുറന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കും അനുഭവിക്കാം. അസിൻ സനീഷിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.